ും വജന്നത്തിൻ അർളുഹസ് സമാവാതു വൽ അർളു ഉഇദ്ദത്തിൽ ലിൽ മുത്തഖീൻ. പരിശുദ്ധമായ ഖുർആൻ നമ്മോട് പറയാണ്, ജനങ്ങളെ, നിങ്ങൾ അല്ലാഹുവിൽ നിന്നുള്ള പാപമോചനത്തിലേക്കും അതുപോലെ തന്നെ സ്വർഗത്തിലേക്കും നിങ്ങൾ ഉളരണമെന്നാണ്. ഉളരുക എന്ന് പറഞ്ഞാൽ വേഗത്തിൽ സഞ്ചരിക്കാനുള്ള ഒരു കുറുക്ക് വഴി നിങ്ങൾ എടുക്കണമെന്നാണ്. കുറുക്ക് വഴി, നമ്മൾ കുറുക്ക് വഴി, കുറുക്കന്റെ വഴിയാണ് ഈ കുറുക്ക് വഴി എന്ന് പറയുന്നത്. കുറുക്കൻ സൂത്രൻ എന്നും കുറുക്കന് പേരുണ്ട്. സൂത്രൻ എന്നൊക്കെ അതിന് പേരുണ്ട്. അപ്പൊ അതുകൊണ്ട് നമ്മൾ കുറുക്ക് വഴി സ്വീകരിക്കണമെന്നാണ് പരിശുദ്ധമായ ഖുർആൻ നമ്മോട് പറയുന്നത്. വസാരിഊ ഇലാ മഗ്ഫിറത്തിൻ മിർ റബ്ബിക്കും വജന്നത്തിൻ അർളുഹസ് സമാവാതു വൽ അർള് ഉഇദ്ദത്തിൽ ലിൽ മുത്തഖീൻ. ഓ സത്യവിശ്വാസികളെ, നിങ്ങൾ നിങ്ങളുടെ റബ്ബിന്റെ ഭാഗത്തു നിന്നുള്ള മഗ്ഫിറത്തിലേക്കും പാപമോചനത്തിലേക്കും അതുപോലെ സ്വർഗത്തിലേക്കും നിങ്ങൾ ഉളരണേ. സ്വർഗത്തിന്റെ വിശാലത പരിശുദ്ധ ഖുർആൻ പറയുന്നു. അർളുഹസ് സമാവാതു വൽ അർള്, ആകാശഭൂമിയുടെ വിശാലതയുള്ളതാകുന്നു സ്വർഗം. ആകാശത്തിന്റെയും ഭൂമിയുടെയും വിശാലതയുള്ള സ്വർഗമാണ്. ആ സ്വർഗത്തിലേക്ക് നിങ്ങൾ ഉളരണേ എന്ന് പരിശുദ്ധമായ ഖുർആൻ നമ്മോട് അധ്യാപനം നടത്തുന്നു. എന്നിട്ട് ഖുർആൻ പറയുന്നത് ഉഇദ്ദത്തിൽ ലിൽ മുത്തഖീൻ. സ്വർഗമതാർക്ക, അത് മുത്തഖീങ്ങൾക്ക് വേണ്ടി, സജ്ജനങ്ങളായ അടിമകൾക്ക് വേണ്ടി, തഖ്വയുള്ള ആളുകൾക്ക് വേണ്ടി ഒരുക്കി തയ്യാറാക്കപ്പെട്ടതാണെന്ന് പരിശുദ്ധമായ ഖുർആനിൽ അല്ലാഹു നമ്മെ പഠിപ്പിക്കുന്നു. അതുകൊണ്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് എന്തെന്നറിയുമോ? നമ്മൾ സജ്ജനങ്ങളുടെ ഗുണമറിയണം. എന്നാൽ മാത്രമാണ് നമുക്ക് സ്വർഗത്തിൽ കിടക്കാൻ പറ്റുക. അല്ലാതെ ഒരിക്കലും നമുക്ക് സ്വർഗത്തിലേക്കുള്ള പ്രവേശനം നിഷേധിക്കപ്പെടുമെന്നുള്ള കാര്യത്തിൽ സംശയം വേണ്ട. നമ്മൾ ഈ ദുനിയാവില് റബ്ബിന് വേണ്ടി, അല്ലാഹുവിന് വേണ്ടി മാത്രം ആരാധനയായി കഴിഞ്ഞാൽ റബ്ബ് പറഞ്ഞ 10ഓളം ഗുണങ്ങൾ, മഹാന്മാരെണ്ണി പറഞ്ഞ 10ഓളം ഗുണങ്ങൾ നമ്മൾ നല്ല രീതിയിൽ പ്രവർത്തിച്ചാലല്ലാതെ സ്വർഗത്തിൽ കടക്കാൻ നമുക്ക് കഴിയില്ല. ആദ്യമായി നമുക്ക് വേണ്ടതെന്തെന്നറിയുമോ? മഹാന്മാരായ പരിശുദ്ധമായ ഖുർആൻ പറയുന്നു, വല്ലദീന യജ്തനിബൂൻ കബായിറൽ ഇസ്മി വൽ ഫവാഹിശ് വഇദാ മാ ഗളിബൂ ഹും യഗ്ഫിറൂൻ വല്ലദീന ഇസ്തജാബൂ ലിറബ്ബിഹിം വഅഖാമുസ് സ്വലാഹ وأمرهم شورى بينهم ومما رزقناهم ينفقون والذين إذا أصابهم والبغي هم ينتصرون. ഖുർആനിൽ പറയുന്ന 10 ഗുണങ്ങൾ പരിശുദ്ധ ഖുർആൻ പറയുകയാണ്. ലില്ലദീന ആമനൂ വഅലാ ഫമാ ഊതീതും മിൻ ശൈഇൻ ഫമതാഉൽ ഹയാത്തിദ് ദുനിയാ. ഈ ദുനിയാവിൽ നിങ്ങൾക്ക് നാം നൽകിയത് വളരെ കുറഞ്ഞ ഭൗതിക സുഖങ്ങൾ മാത്രമാണ്. ഈ ദുനിയാവിൽ അല്ലാഹ് നമുക്ക് നൽകിയിട്ടുള്ളത് വളരെ കുറഞ്ഞ ഭൗതിക സുഖങ്ങൾ മാത്രം. പക്ഷെ നമ്മൾ ഈ ദുനിയാവിനെങ്ങനെ കണ്ടുപോകുമ്പോൾ നമുക്ക് തോന്നിപ്പോവുകയാണ്, ഈ ദുനിയാവ് എന്ന് പറയുമ്പോൾ വലിയൊരു സംഭവമാണ്, വലിയ എന്തോ ആണ് ദുനിയാവ്. യഥാർത്ഥത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മൾ പഠിപ്പിക്കാണ്, ഈ ദുനിയാവിനെ ആശിക്കുന്നവൻ ശരിക്കും പറഞ്ഞാൽ വആശിഖുഹാ അദില്ലു മിനദ്ദലീലി. പരിശുദ്ധമായ മഹാന്മാരായ പണ്ഡിതന്മാർ പറയാ, ഏറ്റവും നിന്ദ്യനും നിസ്സാരനുമാണ് ദുനിയാവിനെ ആഗ്രഹിക്കുന്നവൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് വളരെ വ്യക്തമായി പറഞ്ഞു, ഈ ദുനിയാവെന്ന് പറഞ്ഞാൽ ഒരു സത്യവിശ്വാസിയുടെ ജയിലറയാണ്. അമുസ്ലിമിന്റെ സ്വർഗവും സത്യവിശ്വാസിയുടെ ജയിലുമാണ് ഈ ദുനിയാവ് എന്ന് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. അന്തസ്സുള്ളൊരു ദുനിയാവ്,
ആർക്കാണിവിടെ സ്ഥിരവായവ്? അന്തസ്സുള്ളൊരു ദുനിയാവ് ആർക്കാണിവിടെ സ്ഥിരവായവ്? ഈ ദുനിയാവ് വളരെ അന്തസ്സാണ്. പക്ഷേ കേവലം തുച്ഛമായ 63 വർഷം കൊണ്ട് നമ്മുടെ നേതാവ് ഹബീബുനാ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പോലും ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞു പോയെങ്കിൽ എന്റെ പ്രിയപ്പെട്ട മുസ്ലിമേ, നമുക്കാർക്കും ഒരിക്കലും ഈ ദുനിയാവിൽ ചിരഞ്ജീവിയാവാൻ കഴിയില്ല, നിത്യമായി ജീവിക്കുന്നവനാവാൻ കഴിയില്ലെന്ന ബോധം വേണം. അതുകൊണ്ട് പറയുന്നു പരിശുദ്ധമായ ഖുർആൻ, ഫമാ ഊതീതും മിൻ ശൈഇൻ ഫമതാഉൽ ഹയാത്തുദ് ദുനിയാ. അള്ളാഹുവിന്റെ വസ്തുക്കളിൽ നിന്ന്, അള്ളാഹുവിന്റെ കാര്യങ്ങളിൽ നിന്ന് വളരെ തുച്ഛമായത് മാത്രമാണ് നിങ്ങൾക്ക് നൽകിയിട്ടുള്ളത്. ഫമതാഉൽ ഹയാത്തുദ് ദുനിയാ, അത് നൽകിയത് മുഴുവൻ തന്നെ ഭൗതിക ജീവിതത്തിന്റെ സുഖാഡംബരങ്ങളാണ്. നീ കേവലം ഈ ദുനിയാവിൽ ജീവിക്കുമ്പോ നിനക്ക് ദുനിയാവ് കാണുമ്പോ തോന്നിപ്പോകും, നല്ല സുന്ദരിയായൊരു പെണ്ണ്, നീ ഒരു കറുത്ത വിരൂപിയായൊരു പെണ്ണ് അങ്ങകലെ മൈലുകൾക്കപ്പുറത്ത് നിന്നുകൊണ്ട് വളരെയധികം മേക്കപ്പുകൾ ചെയ്തിട്ട് നല്ല രീതിയിൽ നിൽക്കുമ്പോ നിനക്ക് തോന്നിപ്പോകും അവൾ എത്ര വലിയ സുന്ദരിയാ, അവളെയൊന്ന് കമന്റ് അടിക്കാൻ എനിക്ക് കിട്ടിയിരുന്നെങ്കിൽ, അല്ലെങ്കിൽ അവളോടൊന്ന് കുശലാന്വേഷണം പറയാൻ എനിക്കൊന്ന് കണ്ടിരുന്നെങ്കിൽ എന്ന് നമ്മൾ ആഗ്രഹിക്കുന്നു. പക്ഷേ അവളിലേക്ക് അടുക്കുന്തോറും, അവളുടെ അടുക്കലേക്ക് എത്തിപ്പിടിക്കാൻ നമ്മൾ ചെല്ലുന്തോറും മനസ്സിലാകുന്നു, സുബ്ഹാനല്ലാഹ്, വളരെ വിരൂപിയായൊരു പെണ്ണാണല്ലോ. വലിയ വലിയ മേക്കപ്പുകൾ ചെയ്ത് ബ്യൂട്ടി പാർലറിൽ ചെന്ന് എന്തെല്ലാം രീതിയിൽ ചെയ്യാൻ പറ്റുമോ അതെല്ലാം ചെയ്തുകൊണ്ട് സുന്ദരിയായി നിൽക്കുന്നവളാ, ഇവളെ എനിക്ക് വേണ്ട എന്ന് തോന്നുന്നത് പോലെയാണ് ദുനിയാവിനെ മഹാനായ അലി റളിയല്ലാഹു അൻഹു ഉപമിച്ചത്. തല്ലഖിദ് ദുനിയാ സലാസ. അലി റളിയല്ലാഹു അൻഹു ആണ് പറഞ്ഞത്, ദുനിയാവിന് ഞാൻ 3 ത്വലാഖും ചൊല്ലി. സാധാരണ ത്വലാഖില്ലല്ലേ നമ്മളാരെ? ഭാര്യമാരെ. അല്ലാഹു സുബ്ഹാനഹു തആല നല്ല ദാമ്പത്യ ജീവിതം നൽകുമാറാവട്ടെ. അപ്പൊ ദാമ്പത്യ ജീവിതത്തിൽ പരസ്പരം പ്രശ്നങ്ങളൊന്നും ഇല്ലാത്ത രീതിയിലുള്ള ഒരു ദാമ്പത്യ ജീവിതം അല്ലാഹു നമുക്ക് ഏവർക്കും നൽകുമാറാവട്ടെ. എന്റെ പ്രിയപ്പെട്ട മുസ്ലിം സമുദായമേ, അപ്പോ നമ്മൾ പറഞ്ഞു വരുന്നത് ദുനിയാവിന്റെ കൂടെ പോണ്ട. ദുനിയാവ് എന്ന് പറഞ്ഞാൽ അല്ലാഹു നൽകിയതിൽ വളരെ ചുരുങ്ങിയതാണ് എന്ന് മാത്രമല്ല, അതൊരു ഭൗതിക സുഖം കൂടി മാത്രമാണ്. ജീവിതത്തിൽ നമ്മളിങ്ങനെ ഒരുപാട് സുഖങ്ങൾ അനുഭവിക്കുന്നില്ലേ? നമ്മൾ ആലോചിച്ച് നോക്കുകയാണെങ്കിൽ നമ്മൾ ഈ ദുനിയാവിന്റെ കാര്യത്തിന് വേണ്ടി എന്തെല്ലാം കാര്യങ്ങൾക്ക് നമ്മൾ ഓടിപ്പായുന്നു. എന്തിനു വേണ്ടിയിട്ട്? കേവലം ഈ ദുനിയാവിൽ ഏറി വന്ന 70 അല്ലെങ്കിൽ 80, അധികരിച്ച് തന്നെ പറയാം, നമുക്ക് 80 വയസ്സ് വരെ ഈ ദുനിയാവിൽ ജീവിക്കാൻ വേണ്ടി നമ്മൾ സർക്കാരിന്റെ ആയാലും ശരി, അല്ലെങ്കിൽ ആധാർ എടുക്കണമെന്ന് പറഞ്ഞ പേരിലൊക്കെ നമ്മൾ എത്രത്തോളം സമയങ്ങളാണ് നമ്മൾ ചെലവഴിച്ചത്. അതിനുവേണ്ടി ഇന്നും സ്കൂളിലേക്ക് ഒരു കുട്ടിയെ ചേർത്തിയാൽ അവിടെ ആധാർ നമ്പർ ഉണ്ടെങ്കിൽ ആ സ്കൂളിലേക്ക് ആ കുട്ടിക്ക് എന്തുള്ളൂ? അഡ്മിഷനുള്ളൂ. അഡ്മിഷനുള്ള ആ കുട്ടി സ്കൂളിൽ പഠിക്കുന്നുണ്ടെന്ന രേഖ വരണമെങ്കിൽ ആധാറിന്റെ നമ്പർ വേണം. അതിന് നമ്മൾ അക്ഷയ കേന്ദ്രങ്ങളിൽ പോയി ക്യൂ നിൽക്കുക. ഇതൊക്കെ ഒരു ഭൗതിക, ഒരു ദുനിയാവിന്റെ ഒരു ആവശ്യത്തിന് വേണ്ടി മാത്രമാണ്. പക്ഷേ നമ്മുടെ ദുനിയാവിന്റെ ആവശ്യങ്ങളൊക്കെ കേവലം നശിച്ചു പോകും. ഇതൊക്കെ വളരെ നശ്വരമാണ്. ശാശ്വതമായ ലോകത്തേക്ക് നമുക്ക് പോകണം ഇൻഷാ അല്ലാഹ്. ദുനിയാവിനെ കുറിച്ച് പറയാണ്ട്, ആഖിറത്തെ കുറിച്ച് പറയാണ്ട്, മരണത്തെക്കുറിച്ച് പറയാണ്ട്, ഖബർ ജീവിതത്തെക്കുറിച്ച് പറയാനുണ്ട്. ഓരോ ആഴ്ചകളും നമ്മൾ ഓരോ വിഷയം, നല്ല പ്രധാനപ്പെട്ട വിഷയങ്ങൾ ചർച്ച ചെയ്തിട്ട് തെരഞ്ഞെടുത്തിട്ട് ഇൻഷാ അല്ലാഹ് അതിനെ സംബന്ധിച്ച് എന്തൊക്കെയാണ് പരിശുദ്ധ ഖുർആൻ പറഞ്ഞതെന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്തെന്ന് പറഞ്ഞതൊക്കെ നമുക്ക് ഓരോന്ന് ചർച്ച ചെയ്യണം. ഇപ്പൊ ഞാൻ എന്റെ വിഷയത്തിലേക്ക് തന്നെ മടങ്ങി വരികയാണ്. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട വിഷയം, വമാ ഇൻദല്ലാഹി ഖൈറും വ അബ്ഖാ, അള്ളാഹുവിന്റെ അടുക്കലുള്ളതാണ് ഏറ്റവും ഉത്തമമായത്, അള്ളാഹുവിന്റെ അടുക്കലുള്ളതാണ് എന്നെന്നും ശേഷിക്കുന്നതും. നമ്മൾ അള്ളാഹുവിന്റെ അടുക്കലേക്ക് മടങ്ങണം. അള്ളാഹുവിന്റെ അടുക്കലുള്ളതാണ് എന്നെന്നും ശേഷിക്കുന്നത്, അതാണ് ഏറ്റവും ഉത്തമം. വല്ലാഖിറതു ഖൈറുൽ ലക മിനൽ ഉലാ, ഈ ദുനിയാവിനേക്കാൾ നിനക്ക് ഏറ്റവും ഉത്തമമായത് ആഖിറമാണ് എന്ന് പരിശുദ്ധമായ ഖുർആൻ നമ്മോട് പറയുന്നു. ഇങ്ങനെ തുടങ്ങി ഒരുപാട് സംഭവങ്ങൾ. നമുക്കപ്പോൾ അള്ളാഹുവിന്റെ അടുക്കലുള്ളതാണ് ഏറ്റവും ഉത്തമമായതും എന്നെന്നും ശേഷിക്കുന്നത് എന്ന് പരിശുദ്ധമായ ഖുർആൻ. എന്നാൽ ഇതെല്ലാം ലഭിക്കുന്നത് ആർക്കാണ്? സത്യവിശ്വാസികളായ ആളുകൾക്കാണ്.
സത്യവിശ്വാസികൾ എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ അള്ളാഹുവിനെ സംബന്ധിച്ച് വിശ്വസിക്കുകയും മഹാനായ അള്ളാഹു സുബ്ഹാനഹു വ തആലയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും കൊണ്ടുവന്ന മുഴുവൻ കാര്യങ്ങളും അതിന്റെ യഥാവിധി അംഗീകരിച്ചുകൊണ്ട് ചെയ്യുകയും ചെയ്യുന്നവരാണ്. അവരാണ് യഥാർത്ഥത്തിൽ സത്യവിശ്വാസികൾ എന്ന് മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചു. തഖ്വ വേണം. തഖ്വ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ തഖ്വയുണ്ടാക്കിയെടുക്കണം. മുത്തഖികളാവണം. എന്നാലേ നമുക്ക് സ്വർഗ്ഗം നേടാൻ പറ്റൂ. അതല്ലേ 10 ഗുണങ്ങളാണ് ഞാൻ പറയാൻ പോകുന്നത്. യഥാർത്ഥത്തിൽ ആദ്യമായി വേണ്ടത് സത്യവിശ്വാസമാണ്. ഒരുപാട് വിശ്വാസങ്ങൾ നമ്മുടെ ഈ ലോകത്തുണ്ട്. സത്യവിശ്വാസം എന്ന് പറഞ്ഞാൽ മറ്റുള്ള മതങ്ങളെ പോലെയല്ല നമ്മുടെ വിശ്വാസം. സത്യത്തിൽ വിശ്വസിക്കുക. ഒരു സാധനം ഇപ്പൊ എന്റെ മുമ്പിൽ ഇവിടെ നമ്മുടെ മഹല്ലത്തിന്റെ ട്രഷററാവുന്ന കരീം സാഹിബ് കാജി ഇവിടെ ഉണ്ട് എന്ന് പറഞ്ഞാൽ അത് വിശ്വസിക്കേണ്ട ആവശ്യമില്ല. കാരണം ഞാൻ അദ്ദേഹത്തെ കാണുന്നുണ്ട്. മോമാലിക്ക് എന്റെ മുമ്പിലുണ്ടെന്ന് പറയുമ്പോൾ ഞാൻ മോമാലിക്കാൻ എന്താണ്ട ഇത് വിശ്വസിക്കേണ്ട ആവശ്യമില്ല. അത് ഞാൻ കാണുന്നുണ്ട് അദ്ദേഹത്തെ, അല്ലെങ്കിൽ അദ്ദേഹം ഇങ്ങനെ ഒരു തടി ഇവിടെ നിൽക്കുന്നുണ്ട്. അപ്പൊ അതുണ്ട് എന്ന് നമ്മൾ വിശ്വസിക്കേണ്ട ആവശ്യമില്ല. അതെന്തായാലും നമുക്ക് ഉറപ്പായ വസ്തുവാണ്. പിന്നെ എന്തിലാണ് നമ്മൾ വിശ്വസിക്കേണ്ടത്? കാണാത്ത വസ്തുക്കളിലാണുള്ള വിശ്വാസമാണ്. ആ ഒരു വിശ്വാസമുണ്ടാകുമ്പോഴാണ് യഥാർത്ഥത്തിൽ അവൻ സത്യവിശ്വാസിയാകുന്നത്. അള്ളാഹു ആരെങ്കിലും കണ്ടുകണോ? നമ്മൾക്ക് കണ്ടുകണോ? അല്ലാനെ കാണണ്ടേ? നമുക്ക് അല്ലാനെ ഇൻഷാ അല്ലാഹ് അള്ളാഹുവിനെ കാണും. ഇന്നക്കും സതറൗന റബ്ബക്കും കമാ തറൗന ഖമറ ലൈലത്തുൽ ബദർ. പൂർണ്ണചന്ദ്രൻ, പൂർണ്ണേന്ദു അതിങ്ങനെ പൂർണ്ണചന്ദ്രനായി അതിന്റെ പൗർണമി രാവിലെ ഇങ്ങനെ നിൽക്കുന്നത് പോലെ ശേഷം നിങ്ങൾക്ക് നിങ്ങളുടെ റബ്ബിനെ കാണാൻ പറ്റുമെന്ന് ലോകത്തിന്റെ നേതാവ് ഒരിക്കലും കളവ് പറഞ്ഞിട്ടില്ലാത്ത സയ്യിദുനാ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിക്കുകയാണ്. റബ്ബിനെ കാണണം. റബ്ബിനെ കാണണ്ടേ? റബ്ബിനെ കാണാനുമുള്ള മാർഗം അതും പരിശുദ്ധ ഖുർആൻ കാണിച്ചു തരുന്നുണ്ട്, പറഞ്ഞു തരുന്നുണ്ട്. വമൻ യർജൂ ലിഖാഅ റബ്ബിഹി ഫൽയഅമൽ അമലൻ സ്വാലിഹാ വലാ യുശ്രിക് ബിഇബാദത്തി റബ്ബിഹി അഹദാ. വെള്ളിയാഴ്ച നമ്മൾ പാരായണം ചെയ്യാറുള്ള എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ, നിങ്ങളും ശ്രദ്ധിച്ചോളൂ. വ്യാഴാഴ്ച മഗ്രിബ് നമസ്കാരം കഴിഞ്ഞാൽ ജുമുഅന്റെ മുമ്പേ നിങ്ങൾക്കും സുന്നത്തുള്ളൊരു പ്രത്യേകമായ സൂറത്താണ് സൂറത്തുൽ കഹ്ഫ്. വെള്ളിയാഴ്ച ഓതൽ ഏറ്റവും കൂടുതൽ പ്രധാനപ്പെട്ട ഒരു സുന്നത്തുള്ളൊരു സൂറത്താണ് സൂറത്തുൽ കഹ്ഫ്. ആ സൂറത്തിന്റെ അവസാനമാണ് പറയുന്നത് വമൻ യർജൂ ലിഖാഅ റബ്ബിഹി فليعمل عملا صالحا ولا يشرك بعبادة ربه أحدا. നീ ആരെങ്കിലും, നിങ്ങൾ ആരെങ്കിലും നിങ്ങളുടെ റബ്ബിനെ കണ്ടുമുട്ടാൻ ആഗ്രഹിക്കുന്നുണ്ടോ എങ്കിൽ ചെയ്യേണ്ട പ്രവർത്തനം എന്താ? ഫമൻ യഅമൽ അമലൻ സ്വാലിഹാ, അവൻ സുകൃതങ്ങൾ പ്രവർത്തിക്കട്ടെ, സുകൃതങ്ങൾ പ്രവർത്തിക്കട്ടെ, നല്ലത് ചെയ്യട്ടെ എന്ന് പരിശുദ്ധമായ ഖുർആനാ പറയുന്നത്. അപ്പൊ റബ്ബിനെ കാണുമെന്ന കാര്യത്തിൽ ആർക്കും സംശയം വേണ്ട. റബ്ബിനെ കാണും. റബ്ബിനെ കാണാനുള്ള ഭാഗ്യം അല്ലാഹു നമുക്ക് നൽകുമാറാവട്ടെ. റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ ആ തജല്ലിയാത്ത്, ആ നൂറാനിയത്ത് ദർശിക്കാനുള്ള കണ്ണിനുള്ള ശക്തി അല്ലാഹു നമുക്ക് നൽകുമാറാവട്ടെ. അള്ളാന്റെ തജല്ലിയാത്ത്, ആ നൂറാനിയത്ത് റബ്ബ് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമേ അള്ളാഹുവിനെ കാണാൻ വേണ്ടി പറഞ്ഞു, റബ്ബേ എനിക്ക് നിന്നെ കാണുന്ന വല്ലാത്ത ആഗ്രഹമുണ്ട്, ഒന്ന് കാണാൻ ആഗ്രഹമുണ്ട് എനിക്ക്, എന്താ ഞാൻ ചെയ്യേണ്ടത്? മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് പറഞ്ഞു, ഒരു പർവ്വതത്തിന്റെ അടുക്കിലേക്ക് വരാൻ വേണ്ടി പറഞ്ഞു. ആ ജബലന്നൂർ അല്ലെ, ആ പർവ്വതത്തിന്റെ അടുക്കിലേക്ക് വന്നു. പർവ്വതത്തിന്റെ അടുക്കൽ വന്ന് റബ്ബിന്റെ തജല്ലിയാത്ത്, ആ പ്രഭ, റബ്ബിന്റെ ഒരു പ്രഭ വന്നപ്പോ തന്നെ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ബോധരഹിതനായി വീണുപോയി. പക്ഷേ റബ്ബിനെ നേരിട്ട് കാണാനുള്ള ഭാഗ്യവും റബ്ബിനോട് അമ്പും വില്ലും എത്രത്തോളം അടുക്കുന്നുവോ, അമ്പ് വില്ലിനോട് എത്രത്തോളം അടുക്കുന്നുവോ അത്രത്തോളം അടുത്ത് സംസാരിക്കാനും ഭാഗ്യമുണ്ടായ ഒരു നായകത്വത്തിന്റെ കീഴിലാണ് നമ്മൾ ജീവിക്കുന്നത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. ഹബീബായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഉമ്മത്തായി എന്നുള്ളത് വളരെയധികം ശ്രദ്ധിക്കപ്പെടേണ്ട ഒരു വിഷയമാണ്. നമ്മൾ അതൊക്കെ പറഞ്ഞു വരാം ഇൻഷാ അല്ലാഹ്. നമുക്ക് അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ പറഞ്ഞാലും ദീന് തീരില്ല.
അത്രത്തോളം ദീനിന്റെ കാര്യങ്ങളുണ്ട്. ഓരോ വിഷയത്തിൽ നിന്ന് മറ്റു വിഷയത്തിലേക്ക് തെന്നിപ്പോവുകയാണ്. ഞാൻ വീണ്ടും മുന്നിലേക്ക് മടങ്ങുക. അപ്പൊ കാണാത്തതിൽ വിശ്വസിക്കുന്നവരാണ് സത്യവിശ്വാസികൾ. സൂറത്തുൽ ബഖറ, ആദ്യമായി നമ്മുടെ സൂറത്തിലുള്ള സൂറത്തുൽ ബഖറ, അല്ലദീന യുഅ്മിനൂന ബിൽ ഗൈബ് വയുഖീമൂന സ്വലാത്ത വമിമ്മാ റസഖ്നാഹും യുൻഫിഖൂൻ. കണ്ടോ, സത്യവിശ്വാസികൾ എന്ന് പറഞ്ഞാൽ അദൃശ്യമായ കാര്യങ്ങൾ കൊണ്ട് വിശ്വസിക്കുന്നവരാണ്. അതാണ് ആദ്യമായി പറഞ്ഞത്. സത്യവിശ്വാസികൾ എന്ന് പറഞ്ഞ അദൃശ്യപരമായ കാര്യങ്ങൾ, അള്ളാഹുവിനെ കൊണ്ട് വിശ്വസിക്കണം. ഈ കാലഘട്ടത്തിൽ നമ്മൾ നബിയെ കൊണ്ട് കണ്ടിട്ടില്ല, നബിയെ കൊണ്ട് വിശ്വസിക്കണം. അതുപോലെ തന്നെ സ്വർഗമുണ്ടെന്ന് വിശ്വസിക്കണം, നരകമുണ്ടെന്ന് വിശ്വസിക്കണം. ഖബർ ജീവിതത്തിൽ ശിക്ഷയുണ്ട്, അതിൽ നല്ല സുഖങ്ങളുണ്ട്. ബർസഖിയായ ജീവിതത്തിൽ ഒരുപാട് പ്രയാസങ്ങളും അതുപോലെ തന്നെ ഒരുപാട് നല്ലതുകളുമുണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇങ്ങനെ തുടങ്ങി ഓരോ വിഷയങ്ങളും അള്ളാഹുവിന്റെ ഹിസാബുണ്ട്. നമ്മളാരും ഹിസാബ് കണ്ടവരില്ല, ആരും അവിടെ പോയി മടങ്ങി വന്നിട്ടില്ല. വന്നിട്ടുണ്ടായിരുന്നെങ്കിൽ നമുക്ക് ചോദിക്കാമായിരുന്നു. ഇവിടെ ആരെങ്കിലും ഉണ്ടോ മാലിക്ക? ഖബറിൽ പോയിട്ട് തിരിച്ചു വന്നവരാരെങ്കിലും ഉണ്ടോ? മരിച്ചവര് ചില ആളുകൾ ജീവിച്ചവരുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. ശാസ്ത്രം പഠനം നടത്തിയിട്ടുണ്ട് എന്നൊക്കെ പല ആളുകളും പറയുന്നത് കേട്ട് പല ചരിത്രങ്ങളിൽ വായിച്ചിട്ടൊക്കെ ഉണ്ട്. അത് മരിച്ചവര് ജീവിക്കുക എന്ന് പറഞ്ഞാൽ അവര് യഥാർത്ഥത്തിൽ മരിച്ചിട്ടുണ്ടായിരുന്നില്ല. അവരെ എന്തായതാണ് അങ്ങനെ പെട്ടെന്ന് ഒരു സാഹചര്യത്തിൽ അവരുടെ ജീവൻ മറഞ്ഞു കിടക്കുകയും പിന്നീട് ആ ജീവൻ പെട്ടെന്ന് വരികയും ചെയ്തപ്പോണ്ടായ അബോധാവസ്ഥ, പ്രത്യേക അബോധാവസ്ഥയിൽ അവരെ മരണം സ്ഥിരീകരിച്ച ഡോക്ടർമാരുണ്ടായിട്ടുണ്ട്. അപ്പൊ അതൊന്നുമല്ല ഇവിടെ വിഷയം. നമ്മൾ മരിച്ചവരാരും തിരിച്ചു വന്നിട്ടില്ല. ഖബറിലെ അസാബ് അറിയാനും അതുപോലെ തന്നെ നാളെ റബ്ബിന്റെ കോടതിയിൽ എന്തൊക്കെയാണെന്നുള്ളത് അറിയാനൊന്നും വന്നിട്ടില്ല. അപ്പൊ അതുകൊണ്ട് നമ്മൾ സത്യവിശ്വാസികളാവണം. ആദ്യം നമ്മൾ വിശ്വസിക്കേണ്ടത് അള്ളാഹുവിനെ കൊണ്ടും അള്ളാഹുവിന്റെ റസൂലിനെ കൊണ്ടും സ്വർഗം കൊണ്ടും നരകം കൊണ്ടുമാണ്. അല്ലെ? ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ വിശ്വസിക്കാനുണ്ട്, കാണാത്ത ഒരുപാട് കാര്യങ്ങൾ. ഇപ്പൊ കടലിനെ സംബന്ധിച്ച് നമുക്കറിയാം, നമ്മുടെ ഈ നാട്ടിലുള്ളതാണ്. അള്ളാഹിന്റെ സൃഷ്ടിപ്പുകളെ സംബന്ധിച്ച് ചിന്തിക്കേണ്ട ഒരുപാട് കാര്യങ്ങൾ കടലിലുണ്ട്. ഭൂമിയിലുള്ളതിനേക്കാൾ കൂടുതൽ സമുദ്രത്തിലുണ്ട് എന്നുള്ളതാണ് വസ്തുക്കൾ. ഏതെല്ലാം വസ്തുക്കൾ ഉണ്ട് എന്നുള്ളതിന് അതിന് പ്രത്യേകമായി തെളിവൊന്നും പറഞ്ഞിട്ടില്ല. പക്ഷേ അള്ളാഹുവിന്റെ ഏറ്റവും കൂടുതൽ അജായിബുകൾ കിടക്കുന്നത് സമുദ്രത്തിലാണ്. നമ്മൾ കണ്ടിട്ടില്ലേ, സമുദ്രം സ്വന്തമായി വൃത്തിയാക്കും. സമുദ്രത്തിന്റെ അഴുക്കൊക്കെ സമുദ്രം എന്താവും? കരക്കടിക്കില്ലേ? കരക്കൊണ്ടിരില്ലേ? നിങ്ങൾക്ക് പറഞ്ഞു തരേണ്ട ആവശ്യമില്ല, കാരണം നിങ്ങൾ അത് അനുഭവിച്ചറിഞ്ഞവരാ. അപ്പൊ അതുകൊണ്ടൊക്കെ നമ്മൾ അള്ളാഹുവിനെയും അള്ളാഹുവിന്റെ റസൂലിനെയും സ്വർഗവും നരകവും വിശ്വസിക്കുക. കാണാത്തത് എന്തൊക്കെയുണ്ടോ അതൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതെല്ലാം വിശ്വസിക്കണം. നമ്മൾ സിറാത്തുൽ മുസ്തഖീം എന്ന് പറയുന്ന പാലുണ്ട്. ആ പാലത്തിന്റെ അവസ്ഥകൾ ഇങ്ങനെയാണ്. അവിടേക്ക് നമുക്ക് കടന്നു പോകണ്ടേ. ഇൻഷാ അല്ലാ നരകവും സ്വർഗവും ഒരു വിഷയം വരുന്നുണ്ട്, അന്ന് പറയാം അതിനെ സംബന്ധിച്ചൊക്കെ. രണ്ടാമത്തത് അള്ളാഹുവിൽ ബരമേൽപ്പിക്കുക എന്നുള്ളതാണ്. എന്തെങ്കിലും ഒരു പ്രയാസം വരുമ്പോ, ഏതെങ്കിലും ഒരു പ്രതിസന്ധി വരുമ്പോ അതൊക്കെ അള്ളാഹുവിലേക്ക് ബരമേൽപ്പിക്കുക. അല്ലാതെ അതിന്റെ പേരിൽ ഒരു ആത്മഹത്യ, ഒരു കയറിൽ നമ്മൾ എന്താണ്ടവരല്ല, നമ്മുടെ ജീവിതം ഒടുക്കേണ്ടവരല്ല. നമ്മൾ മുസ്ലിമീങ്ങളാണ്. എപ്പോഴും ഒരു ആത്മധൈര്യം വേണം. ഞാൻ ഈ ദുനിയാവിൽ നിന്ന് എന്ത് നഷ്ടപ്പെട്ടാലും എനിക്ക് നേടിയെടുക്കാനുള്ളത് എന്റെ റബ്ബിന്റെ മുമ്പിലാണ്, എന്റെ റബ്ബിന്റെ പൊരുത്തമാണ് എനിക്ക് വേണ്ടത് എന്നുള്ള ചിന്ത നമ്മളിൽ വേണം സത്യവിശ്വാസികളെ. അങ്ങനെ നമ്മൾ എന്തെങ്കിലും ഒരു ചെറിയ അസുഖം വരുമ്പോഴേക്ക് നമ്മൾ ഓടുക ഹോസ്പിറ്റലിലേക്ക് പോകണ്ട എന്നല്ല പറയണേ, പോകണം. പക്ഷേ ചെറിയൊരു ജലദോഷം വരുമ്പോഴേക്ക് നമ്മൾ അതിനൊരു ചികിത്സയൊന്നും നോക്കാതെ, അല്ലെങ്കിൽ ഒരു ദിവസം പോലും ഒരു താമസം കൊടുക്കാതെ നമ്മൾ നേരെ ഓടുന്നു ഡോക്ടറിലേക്ക്, ഡോക്ടറുടെ അടുക്കലേക്ക്. ഇന്ന് അതുകൊണ്ട് തന്നെ ഏറ്റവും കൂടുതൽ കേരളത്തിൽ വളർന്നുകൊണ്ടിരിക്കുന്നതും ലോകത്ത് മുഴുവൻ വളർന്നുകൊണ്ടിരിക്കുന്നതും 3 സംരംഭങ്ങളാണ്. ഒന്ന്, വിദ്യാലയങ്ങൾ വളരെയധികം വളർന്നുകൊണ്ടിരിക്കുകയാണ്. രണ്ടാമത്തത്, സ്വർണ്ണക്കടകൾ കണ്ടമാനം വളർന്നുകൊണ്ടിരിക്കുക. ജീവിതത്തിൽ ഒരുപാട് എത്ര ഓരോ ജില്ലകളിലും ഓരോ നാടുകളിലും എത്ര സ്വർണ്ണക്കടകളാണ് വളർന്നുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ വളർന്നുകൊണ്ടിരിക്കുന്നത് ഹോസ്പിറ്റലുകൾ. ഏത് ഹോസ്പിറ്റലിൽ പോയാലാണ് തിരക്കനുഭവപ്പെടാത്തത്? ഏത് ജ്വല്ലറി കടയിൽ പോയാലാണ്, ഏത് നട്ടപ്പാതിര പൂട്ടേണ്ട അവസരത്തിലെത്തിയാലും മുസ്ലിം സമുദായത്തിൽപ്പെട്ട ഒരാളെങ്കിലും ആ കടയിൽ ഇല്ലാതിരിക്കില്ല. ഞാൻ ഇന്നലെ വരെ ഞാൻ ആ വിഷയം ശ്രദ്ധിച്ചു. ഇന്നലെ ഞാൻ പെരിന്തൽമണ്ണയിലേക്ക് കുട്ടികൾക്ക് പുസ്തകം വാങ്ങാൻ വേണ്ടി പോയി. എന്റെ നാടിന്റെ അടുത്തുനിന്ന് പെരിന്തൽമണ്ണയിലേക്ക് പുസ്തകം വാങ്ങാൻ വേണ്ടി പോകുമ്പോൾ ഞാൻ സ്വാഭാവികമായി 1, 2, 3 ജ്വല്ലറികൾ തുടർച്ചയായി കണ്ടപ്പോൾ ആ ജ്വല്ലറിയിലൊക്കെ നോക്കിയപ്പോൾ മറ്റു സമുദായത്തിൽപ്പെട്ടവരാരുമില്ല. ഏകദേശം ഒരു 6 മണി ആയിട്ടുണ്ടാവും. ഈ 6 മണി സമയത്ത് നമ്മൾ മഗ്‌രിബ് നമസ്കരിക്കേണ്ട സമയം, കുട്ടികളെ പഠിപ്പിക്കേണ്ട സമയം, നല്ല കാര്യങ്ങൾ ചെയ്യേണ്ട സമയവുമാണ്. എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരെന്ത് ചെയ്യുക, കടയിൽ നമ്മുടെ മുസ്ലിം സമുദായത്തിൽപ്പെട്ട എല്ലാ കടകളിലും മുസ്ലിം പെണ്ണുങ്ങൾ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. വളരെ ചിന്തിക്കേണ്ട ഒരു വിഷയമായിരുന്നു അത്. ഇത്രത്തോളം നമ്മുടെ സമുദായം
എത്രത്തോളം മതപ്പതിച്ചു. ഓരോ ആഭരണ ഭ്രമം അത് നമ്മുടെ സമുദായത്തിനേ ഉള്ളൂ. ഇന്നൊക്കെ കണ്ടില്ലേ, ഏതൊരു ഒക്കെ ഈ ആഭരണ ഭ്രമമൊക്കെ ഔട്ട് ഓഫ് ഫാഷനായി മാറി. അത് ആള് ഉപയോഗിക്കണില്ല ഇന്നതൊക്കെ ഒരു ഫാഷന്റെ അപ്പുറത്തേക്ക് എടുത്ത് മാറ്റി. ഇന്നൊരു ചെറിയ എന്തെങ്കിലും ഒരു ഇത്. പക്ഷേ നമ്മുടെ മുസ്ലിം സമുദായത്തിൽപ്പെട്ട ആളുകൾക്ക് സ്വർണം കിട്ടിയാൽ മതിയാവില്ല. മറ്റുള്ള വിഭാഗക്കാരൊക്കെ ഏകദേശം നമുക്ക് കഴുത്തിൽ ചിലപ്പോൾ ഒരു വെള്ളിന്റെ ഇതുണ്ടാവും, അല്ലെങ്കിൽ ചെറിയൊരു കമ്മലുണ്ടാവും, അങ്ങനെ ഇട്ട് ഉപയോഗിക്കാണ്. നമ്മുടെ മുസ്ലിം സമുദായത്തിൽപ്പെട്ട ചില കുട്ടികളും എന്താണെങ്കിലും സ്വർണ്ണം ഉപയോഗിക്കില്ല. പക്ഷേ ആ സ്വർണം ഉപയോഗിക്കാത്തതിന് പകരം അവരുടെ ഡ്രസ്സ് വളരെ മോശമാണ്. അതും വളരെ ശ്രദ്ധിക്കപ്പെടേണ്ട ഒരു വിഷയമാണ്. അതൊക്കെ ഇൻഷാ അല്ലാഹ് വസ്ത്രധാരണം, വേഷവിധാനം എങ്ങനെയാണെന്നുള്ളതൊക്കെ നമുക്ക് ചർച്ച ചെയ്യണം ഇൻഷാ അല്ലാഹ്. മൂന്നാമത്തെ കാര്യം, അപ്പൊ ഒന്നാമത്തെ കാര്യം സത്യവിശ്വാസമാണ്. സജ്ജനങ്ങളെ അടയാളങ്ങൾ 10 ഉണ്ട്. 1 സത്യവിശ്വാസം, 2 അള്ളാഹുവിൽ ബരമേൽപ്പിക്കുക, 3 വമ്പിച്ച കുറ്റങ്ങൾ ഒഴിവാക്കുക. എന്താ ഈ വമ്പിച്ച കുറ്റങ്ങൾ? വമ്പിച്ച ഹംസ റളിയല്ലാഹു ചാടി, ആ ഒരു വമ്പിച്ചയല്ലേ അത്. വമ്പിച്ച എന്ന് പറഞ്ഞാൽ അത് വലിയ വലിയ കുറ്റങ്ങൾ എന്ന് വെച്ചാൽ അള്ളാഹുവിന്റെ ശിക്ഷകൾ വരുന്ന, അല്ലെങ്കിൽ അത് ഒഴിവാക്കിയാൽ കൂലി കിട്ടുന്ന അങ്ങനത്തെയുള്ള തെറ്റുകൾ ഒഴിവാക്കുക. അതാണ് ഈ വമ്പിച്ച കുറ്റങ്ങൾ ഒഴിവാക്കുക. അതൊരു കാര്യമായിട്ടാണ് മഹാന്മാരായ പണ്ഡിതന്മാർ എണ്ണിയത്. കള്ളുകുടി ഉദാഹരണം, അത് ഒഴിവാക്കുക. ചീട്ടുകളി, അതുപോലെ തന്നെ മറ്റുള്ള പ്രവർത്തനങ്ങൾ, അനാശാസ്യ പ്രവണതകൾ, ഇസ്ലാം എന്തൊക്കെ ഹറാമെന്ന് വിധിയെഴുതിയിട്ടുണ്ടോ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഒഴിവാക്കുക എന്നുള്ളതാണ് ഈ വമ്പിച്ച കുറ്റങ്ങൾ ഒഴിവാക്കുക എന്ന് പറയുന്നത്. 4 നീചവൃത്തികൾ ഉപേക്ഷിക്കുക. അത് പ്രത്യേകം എടുത്ത് പറയാനുള്ള കാരണം, നീചവൃത്തികൾ എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? ഈ ആളുകളുടെ മുമ്പിൽ ആക്ഷേപിക്കപ്പെടുന്ന ചില പ്രശ്നങ്ങളുണ്ട്. നമ്മൾ ചിലപ്പോൾ അയാളെ സംബന്ധിച്ച് പറയും അവൻ വെറും ഗീബത്ത് പറയുന്ന ആളാ, അല്ലെങ്കിൽ അയാൾ തൊള്ള തുറന്നാ എന്തേ പറയുള്ളൂ, എന്താ പറയാ, തൊള്ള തുറന്ന കളവേ പറയുള്ളൂ, അല്ലെങ്കിൽ തൊള്ള തുറന്ന അവൻ അനാവശ്യം വായിൽ നിന്ന് വരുന്നത് അവനോട് സംസാരിക്കാൻ പറ്റില്ല, സംസാരിച്ച അവൻ ഉടനെ വരുന്നത് കൽബേ അല്ലെങ്കിൽ ആനത്തെ, ഇങ്ങനെയുള്ള വർത്താനങ്ങൾ. കൽബ് പറഞ്ഞാൽ അറിയില്ലേ, ഇവിടെ എന്താ പറയാ, പട്ടീനോ അല്ലേ, പട്ടി അല്ലേ, അല്ലെങ്കിൽ വേറെന്തെങ്കിലും ഒരു വാക്കുകൾ ഉപയോഗിക്കുക. ഇങ്ങനെയുള്ള വാക്കുകൾ ഉപയോഗിക്കുന്നവർ, ഇതൊക്കെ അത് മനുഷ്യന്മാരുടെ ഇടയിൽ നീചവൃത്തികൾ ഒഴിവാക്കണമെന്നാണ്. നീചവൃത്തികൾ ഉപേക്ഷിക്കുക, മനുഷ്യത്വത്തിനും മാന്യതക്കും നിരക്കാത്ത നീചവൃത്തികൾ ഒഴിവാക്കുക എന്നുള്ളതാണ്. നമുക്ക് ദേഷ്യം വരുമ്പോൾ നമ്മൾ പലതും പറഞ്ഞു പോകുന്നു, പലതും ചെയ്തു കൂട്ടുന്നു. പക്ഷേ യഥാർത്ഥത്തിൽ സത്യവിശ്വാസികളുടെ ഒരു അടയാളം കൂടി ഇവിടെ എണ്ണുന്നില്ല. പക്ഷെ എന്നാലും പറയുന്നുണ്ട്, സത്യവിശ്വാസികളുടെ കോപം. 5 പറയാണ്, 5 കോപം വന്നാൽ മാപ്പ് ചെയ്തു കൊടുക്കുക. അത് 5. 1 സത്യവിശ്വാസം, 2 അള്ളാഹുവിൽ ബരമേൽപ്പിക്കുക, 3 വമ്പിച്ച കുറ്റങ്ങൾ ഒഴിവാക്കുക, 4 നീചവൃത്തികൾ ഉപേക്ഷിക്കുക. അതായത് മനുഷ്യത്വത്തിനും മാന്യതക്കും നിരക്കാത്ത എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അതൊക്കെ ഒഴിവാക്കുക. ആളുടെ മുമ്പിൽ ആക്ഷേപിക്കപ്പെടുക, ഒരാൾ നിൽക്കുമ്പോൾ അയാളുടെ മുമ്പിലേക്ക് കാറിക്കൊലിച്ച് എന്താവുക, നമ്മൾ തുപ്പുക അല്ലേ, ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങളൊക്കെ അവനെ കാണുമ്പോൾ ഈ ചങ്ങായിന്റെ സ്വഭാവം എന്താ ഇങ്ങനെ എന്ന് നമ്മൾ ചിന്തിച്ചു പോകും. അവനെക്കുറിച്ച് അവനെ ഒരു ആളുകളുടെ ഇടയിൽ വിലയിരുത്തും. അതിൽ അങ്ങാടിയിലൂടെ ഇങ്ങനെ ഈ പൈക്കള് മേഞ്ഞു നടക്കുന്ന പോലെ, പശുക്കള് മേഞ്ഞു നടക്കുന്നത് പോലെ വെറുതെ അങ്ങോട്ട് നടക്കുക, വെറുതെ ഇങ്ങോട്ട് നടക്കുക. നമ്മുടെ ആരെപ്പോലെ, നമ്മുടെ ഈ കാലഘട്ടത്തിലുള്ള സഹോദരിമാരെ പോലെ എന്ന് ശരിക്കും പറയാം. സഹോദരിമാരെ, നിങ്ങളെ കുറ്റപ്പെടുത്തല്ല, ഞാൻ നിങ്ങളെ ആരെ എനിക്ക് വ്യക്തിപരമായി പരിചയമല്ല. ഒരാൾ എനിക്ക് പേരും അറിയില്ല, നാടും അറിയില്ല, ഒന്നും അറിയില്ല നിങ്ങളെ സംബന്ധിച്ച്. നാട് ഇവിടെ താമസിക്കുന്നത് കൊണ്ട് കൂളിമുട്ടം പ്രദേശത്തുകാരാണ്, പ്രാണിയാട്ടുകാരാണ് എന്നറിയാമെന്നല്ലാതെ നിങ്ങളെ സംബന്ധിച്ച് വേറെ ഒരു ഡീറ്റെയിൽസും എനിക്കറിയില്ല. ഞാൻ ആരെയും ആക്ഷേപിച്ച് പറയുന്നില്ല, ഞാൻ ആരോടും അത് ചോദിച്ചറിയുന്നതുമില്ല. എന്നാലും ഈ ഒരു മഹല്ലത്തിന്റെ ഭാരവാഹി എന്നുള്ള നിലക്ക് ചില കാര്യങ്ങളൊക്കെ എന്റെ ശ്രദ്ധയിൽപ്പെട്ടാൽ ഇൻഷാ അല്ലാഹ് ഞാനത് നിങ്ങളോട് വ്യക്തിപരമായി ബന്ധപ്പെടേണ്ട കാര്യങ്ങളാണെങ്കിൽ വ്യക്തിപരമായി നിങ്ങളോട് അറിയിക്കും. ഇൻഷാ അല്ലാഹ് അതിൽ നിന്നൊക്കെ നമ്മൾ ഒഴിവാകണമെന്ന് ഈ സമയത്ത് നിങ്ങളോട് സൂചിപ്പിക്കുകയാണ്. അപ്പോ 5 കാര്യം, കോപം വന്നാൽ മാപ്പ് ചെയ്തു കൊടുക്കുക. നമുക്കൊക്കെ ദേഷ്യം വരാറുണ്ട്. നമ്മളൊക്കെ ചില ആളുകളോട് എന്താവും, ദേഷ്യപ്പെടുമ്പോൾ മമ്മലിക്കാനോട് ചിലപ്പോൾ ഞാനും ദേഷ്യപ്പെടും. എന്തിന്, ചില കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളോട് ആരോടായാലും ചിലപ്പോൾ നമ്മുടെ കമ്മിറ്റി ഭാരവാഹികളോട് ചിലപ്പോൾ എന്തെങ്കിലും പറയേണ്ടി വരും. ചിലപ്പോൾ അവർക്ക് എന്നോട് ദേഷ്യപ്പെടേണ്ടി വരും. ഞാൻ നാട്ടിൽ പോയിട്ട് സ്ഥിരമായിട്ട് എന്തായാലും നാട്ടിൽ പോയിട്ട് തിരിച്ചു വരില്ലെങ്കിൽ കമ്മിറ്റിക്കാർ പറയില്ലേ, എന്ത് പറയും, എന്ത് പറ്റില്ലല്ലോ ഇവിടെ, ഇതിങ്ങനെയാണെങ്കിൽ ഇവിടെ ശരിയാവില്ല എന്ന് പറയും. അങ്ങനെയൊക്കെ ഓരോ നിയമങ്ങളുണ്ടാവും. അത് ഓരോ നിയമത്തിനനുസരിച്ചും നിയമവ്യവസ്ഥകൾക്കനുസരിച്ചും പോകണം നമ്മൾ. ചിലപ്പോൾ ചില ചെറുപ്പക്കാർ കുട്ടികൾ മദ്രസയിൽ വരാത്തതിന്റെ പേരിൽ ചിലപ്പോൾ അവരോട് നല്ല രീതിയിൽ അവരെന്താണ്ടി വരും, നല്ല രീതിയിൽ അവർ ആക്ഷേപിക്കേണ്ടി വരും. എന്നാലേ അവരെന്താവുള്ളൂ, നന്നാവുള്ളൂ എന്നുള്ളൊരു ബോധത്തോടുകൂടെ നമ്മൾ പ്രവർത്തിക്കേണ്ടി വരും.
പക്ഷേ നമ്മൾ ചിന്തിക്കേണ്ട വിഷയം ഇതൊന്നുമല്ല. എത്ര തന്നെ വന്നാലും, നമ്മുടെ ദേഷ്യം വന്നാൽ അവൻ ക്ഷമിക്കുന്നവനാണ്, ക്ഷമ കൈക്കൊള്ളുന്നവനാണ് യഥാർത്ഥത്തിൽ സത്യവിശ്വാസി എന്ന് ഹബീബായ പരിശുദ്ധമായ ഖുർആന്റെ അധ്യാപനമാണ്. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്, ലൈസ അശ്ശദീദു ബിസ്സുർഅ വഇന്നമ അശ്ശദീദു അല്ലദീ യംലികു നഫ്സഹു ഇൻദൽ ഗളബി. ദേഷ്യം വരുന്ന അവസരത്തിൽ ശരീരത്തെ പിടിച്ചു വെക്കുന്നവനാണ് യഥാർത്ഥത്തിൽ ശക്തവാൻ. അല്ലാതെ ആരല്ല? ഗുസ്തി മത്സരത്തിൽ വിജയിക്കുന്നവനല്ല, പഞ്ച് ഗുസ്തി മത്സരത്തിൽ വിജയിക്കുന്നവനല്ല, അല്ലെങ്കിലോ ഏതെങ്കിലും ഒരു ഗുസ്തി മത്സരത്തിൽ ബോക്സിംഗുകളിൽ വിജയിക്കുന്നവനല്ല. യഥാർത്ഥത്തിൽ ശക്തവാൻ എന്ന് പറയുന്നത് ഒരു കാര്യത്തിന്, ഒരു മനുഷ്യന് ദേഷ്യം വരുന്ന അവസരത്തിൽ സ്വശരീരത്തെ പിടിച്ചു നിർത്തുന്നവനാണ്. ദേഷ്യം വരുമ്പോൾ നമ്മൾ നമ്മുടെ ശരീരത്തെ പിടിച്ചിരുത്, അരുത്, ക്ഷോഭിക്കരുത്, ശരീരമേ ക്ഷോഭിക്കരുത് എന്ന് പറയുന്നവനാണ്. അവനാണ്, ദേഷ്യം വരാത്തവനാണ് യഥാർത്ഥത്തിൽ സത്യവിശ്വാസി എന്ന് മഹാനായ നബി പരിശുദ്ധമായ ഖുർആനിൽ നമ്മോട് എണ്ണിപ്പറയുന്നു. ആറാമത്തെ കാര്യം അള്ളാഹുവിന് ഉത്തരം ചെയ്യുക എന്നുള്ളതാണ്. അള്ളാഹുവിന് ഉത്തരം ചെയ്യുക. നമ്മൾ ഉത്തരം ചെയ്യേണ്ടവർ യഥാർത്ഥത്തിൽ അള്ളാഹുവിന് തന്നെയാണ്. അള്ളാഹു ഒരുപാട് വിളിച്ചിട്ടുണ്ട് നമ്മളെ. വരൂ മക്കളെ, വരൂ, നിങ്ങൾ നന്മയിലേക്ക് കടന്നു വരൂ, തിന്മയിൽ നിന്ന് നിങ്ങൾ ഒഴിഞ്ഞു പോകൂ, നിങ്ങൾ നന്മയുടെ വാക്താക്കളായി തീരൂ, തിന്മയിൽ നിങ്ങളെന്നും തന്നെ ഒന്നും നിങ്ങളുടെ പക്കലുണ്ടാവല്ല എന്ന് പരിശുദ്ധമായ ഖുർആനിൽ അല്ലാഹു നമ്മോട് പറയുന്നുണ്ട്. വലാ തആവനൂ അലൽ ബിർരി വത്തഖ്വാ വലാ തആവനൂ അലൽ ഇസ്മി വൽ ഉദ്വാൻ. പരിശുദ്ധ ഖുർആൻ പറയുന്നു, നിങ്ങൾ തഖ്വയുടെ മേലിലും ഗുണത്തിന്റെ പേരിലും പരസ്പരം സഹായം ചെയ്തു കൊടുക്കണം. എന്നാൽ തെറ്റിന്റെ പേരിലും അതുപോലെ തന്നെ മോശമായ പ്രവർത്തനങ്ങൾ, വലാ തആവനൂ അലൽ ഇസ്മി വൽ ഉദ്വാൻ, ശത്രുതയുടെ പേരിലും തെറ്റിന്റെ പേരിലും നിങ്ങൾ പരസ്പരം സഹായിക്കരുത്. അത് വലിയ തെറ്റാണെന്ന് പരിശുദ്ധമായ ഖുർആൻ നമ്മോട് പറയുമ്പോ, എന്റെ പ്രിയപ്പെട്ട മുസ്ലിമേ, നമ്മൾ അല്ലാഹുവിന്റെ വിളിക്ക് ഉത്തരം ചെയ്യാതെ, അല്ലാഹുവിന്റെ വാക്കുകൾ കേൾക്കാതെ, അല്ലാഹു ഒരുപാട് കൽപ്പനകൾ ഖുർആനിലൂടെ നൽകുന്നു. നിങ്ങൾ കള്ളു കുടിക്കല്ലേ, നിങ്ങൾ വ്യഭിചരിക്കല്ലേ, നിങ്ങൾ ചൂതാട്ടം നടത്തല്ലേ, നിങ്ങൾ മോശമായ ഒരു പ്രവർത്തനവും ചെയ്യല്ലേ. എല്ലാ കാര്യങ്ങളും നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിലും ആ കാര്യം മുഴുവൻ അറിയുന്ന സർവശക്തനായ റബ്ബ് സുബ്ഹാനഹു വ തആലയുണ്ട്. റബ്ബ് സുബ്ഹാനഹു വ തആലയുണ്ട്. അതുകൊണ്ട് ആ റബ്ബിനെ പേടിക്കണേ. വത്തഖുല്ലാഹ്, അല്ലാഹുവിനെ ഭയപ്പെടണേ. ഖാഫൂനി, എന്നെ നിങ്ങൾ ഭയപ്പെടണേ എന്ന് വരെ ഖുർആൻ പറയുന്നു. മറ്റു പറയുന്ന കാര്യങ്ങൾ അനുസരിക്കണം. നിങ്ങൾ നിസ്കരിക്കണേ, സകാത്ത് കൊടുക്കണേ, മാതാപിതാക്കൾക്ക് നന്ദി ചെയ്യണേ, എനിക്കും നിങ്ങൾ നന്ദി ചെയ്യണേ. ഇങ്ങനെ തുടങ്ങി ഒരുപാട് നിർദ്ദേശങ്ങളും നിയമങ്ങളും അല്ലാഹു വെക്കുന്നുണ്ടെങ്കിൽ ആ നിയമങ്ങൾക്കും നിർദ്ദേശങ്ങൾക്കും ഉത്തരം ചെയ്യുന്നുണ്ടോ? റബ്ബിന് ഉത്തരം ചെയ്യാതെ ഒരാൾക്കും മുഅ്മിനാവാൻ കഴിയില്ല. റബ്ബിന്റെ കോടതിയിൽ പോയാൽ രക്ഷപ്പെടണമെങ്കിൽ റബ്ബേ നിന്റെ വിളിക്ക് ഞങ്ങൾ ഉത്തരം ചെയ്തവരാണല്ല എന്ന് പറഞ്ഞ് മഹ്ശറാവൻ സഭയിൽ റബ്ബിനോട് അനുകൂലമായി നമ്മൾ വാദിക്കണമെങ്കിൽ ഈ ദുനിയാവിൽ റബ്ബിന് ഉത്തരം ചെയ്യാൻ ശ്രമിക്കണേ സഹോദരാ, തയ്യാറാവണേ സഹോദരീ. റബ്ബിന് ഉത്തരം ചെയ്യുന്നവരിൽ അല്ലാഹു നമ്മെ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാവട്ടെ. അർഹമുർറാഹിമീനായ റബ്ബേ, ഞങ്ങളിൽ നിന്ന് വന്നുപോയ സകലമാന പിഴവുകളും വിട്ടുപുറത്തു മാഫാക്കി ജീവിക്കുന്ന കാലം ഇനി നിന്റെ വിളിക്ക് ഉത്തരം ചെയ്തുകൊണ്ട് ജീവിക്കുന്ന, നിന്റെ ജീവിച്ചുപോയ അല്ലെങ്കിൽ ഇപ്പോൾ ജീവിച്ചുകൊണ്ടിരിക്കുന്ന നിന്റെ സത്യവിശ്വാസികളുടെ കൂട്ടത്തിൽ ഞങ്ങൾ ഉൾപ്പെടുത്തണേ തമ്പുരാനെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. ഏഴാമത്തെ കാര്യം, നമസ്കാരം
മുറപ്രകാരം നിർവഹിക്കുക എന്നുള്ളതാണ് സത്യവിശ്വാസിയുടെ അടയാളങ്ങളിൽ 7ാമത്തെ കാര്യം. നിസ്കാരം മുറപ്രകാരം നിർവഹിക്കുക. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് പരിശുദ്ധമായ ഇസ്രാ മിറാജിന്റെ രാത്രിയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയ ഒരു സമ്മാനമാണ് നിസ്കാരം എന്നുള്ളത്. 5 വഖ്ത് നമസ്കാരം. അത് കൃത്യവും നിത്യവുമായി നിർവഹിക്കുക. നിസ്കാരം നിർവഹിക്കാതിരുന്നാൽ ശിക്ഷ എന്താണ്, നിർവഹിച്ചാൽ അതുകൊണ്ടുള്ള പ്രതിഫലം എന്താണ്, നിസ്കാരം രക്ഷയും ശിക്ഷയും എന്നുള്ള വിഷയത്തെ സംബന്ധിച്ചും ഇൻഷാ അല്ലാഹ് നമുക്ക് പിന്നീട് പറയാം. ഇപ്പൊ അതൊന്നും വിശദീകരിക്കാനുള്ള സമയമല്ല. ഈ 10 ഗുണങ്ങളിൽ 7ാമത്തെ ഗുണം നമസ്കാരം മുറപ്രകാരം നിർവഹിക്കുക എന്നുള്ളതാണ്. 8ാമത്തത് കാര്യങ്ങൾ പരസ്പരം കൂടിയാലോചിച്ച് നടത്തുക. അതൊരു പ്രധാനപ്പെട്ട സത്യവിശ്വാസിയുടെ അടയാളമാണ്. നമ്മുടെ ഇടയിലൊക്കെ ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാവും. നമ്മൾ സ്വന്തമായി ഒരു തീരുമാനം എടുക്കരുത്. ഒരു കാര്യമാണെങ്കിലും ഇപ്പൊ നമ്മുടെ വീട്ടില് ഒരു കാര്യം നടക്കുകയാണെങ്കിൽ നമ്മുടെ വീട്ടിൽ ആരാണ് പ്രധാനപ്പെട്ട കാരണവർ? നമ്മുടെ വാപ്പയായിരിക്കും, അല്ലെങ്കിൽ നമ്മുടെ മൂത്ത വീട്ടിലെ വാപ്പ അല്ലെങ്കിൽ മൂത്ത ജ്യേഷ്ഠനായിരിക്കും, അല്ലെങ്കിൽ ഉമ്മയായിരിക്കും. അവരോടൊക്കെ കൂടിയാലോചിച്ച്, അല്ലെ ഭാര്യ ഭർത്താവിനോട് കൂടിയാലോചിച്ച്, ഭർത്താവ് ഭാര്യയോട് കൂടിയാലോചിച്ച് അങ്ങനെയൊക്കെ ചെയ്തു വരുമ്പോഴാണ് നമുക്കൊരു എന്തുണ്ടാവുക, നമ്മുടെ നാടിലും ഐക്യമുണ്ടാവുക, നമ്മുടെ വീട്ടിലും ഐക്യമുണ്ടാവുക. ഇപ്പൊ ഞാൻ എന്തെങ്കിലും സ്വന്തമായി ഒരു കാര്യം ചെയ്യുമ്പോൾ അത് ചിലപ്പോൾ നിങ്ങൾക്ക് അംഗീകരിക്കാൻ കഴിഞ്ഞോളണമെന്നില്ല. നിങ്ങളുടെ നാട്ടിൽ നിൽക്കുന്ന ഞാനായിരുന്നാലും ഇപ്പൊ ഞാൻ ഈ അമരത്ത് നിൽക്കുന്നവനാണ്, അതുകൊണ്ട് എനിക്ക് എന്തുമാവാം എന്നുള്ളൊരു ധാരണയൊന്നും എന്റെ മനസ്സിലില്ല. ഞാൻ തീർച്ചയായും എന്ത് വിശ്വസിക്കുന്നവനാണ്, ഞാൻ നിങ്ങളുടെ നാട്ടിൽ നിൽക്കുന്നത് നിങ്ങൾക്ക് വേണ്ടിയാണ്. അപ്പൊ നിങ്ങളുടെ ഓരോ ഇഷ്ടങ്ങളും ഓരോ പ്രവർത്തനങ്ങളും അറിഞ്ഞ് അതിനന്വേഷിച്ച് അതെങ്ങനെയാ നടത്തണമെന്ന് ചിന്തിക്കേണ്ടത് നിങ്ങളാണ്. അത് എന്റെയും കൂടി നമ്മൾ പരസ്പരം ഓരോ ചർച്ചകൾ ചെയ്ത് ഒരുമിച്ച് കൂടി ചെയ്യേണ്ടുന്ന പ്രവർത്തനങ്ങളാണ്. അപ്പൊ കൂടിയാലോചന നടത്തുക എന്നുള്ളത് സത്യവിശ്വാസിയുടെ സജ്ജനങ്ങളായ ജനങ്ങളുടെ ഒരടയാളമാണ്. അല്ലേ? നമ്മൾ കൂടിയാലോചന നടത്തണം എല്ലാ കാര്യങ്ങളിലും. ഉദാഹരണം, മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്ന ഒരു ഹദീസ് കേട്ടോളൂ നിങ്ങൾ. ഇദാ കാന ഉമറാഉക്കും ഖിയാറുക്കും വ അഗ്നിയാഉക്കും സമഹാഉക്കും വ ഉമൂറുക്കും ശുവാറാ ബൈനക്കും ഫളഹുറുൽ അർളി ഖൈറും മിൻ ബത്നിഹാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാം, കൂടിയാലോചനയുടെ കാര്യം. നിങ്ങളുടെ നാട്ടിലുള്ള നിങ്ങളുടെ ആളുകൾ, നിങ്ങളുടെ ഈ നാടുകളിലുള്ള ആളുകൾ, ഉമറാക്കൾ, കാര്യദർശികൾ, പള്ളിയിലായാലും ശരി വീട്ടിലായാലും ശരി, വീട്ടിലെ കാര്യദർശിയാണെങ്കിൽ അവര്, പള്ളിയിലെ കാര്യദർശിയാണെങ്കിൽ അവര്, അല്ലെങ്കിൽ പിന്നെ വേറെ ഏതെങ്കിലും പള്ളിക്കൂടത്തിലെ കാര്യദർശിയാണെങ്കിൽ അവരാരായിരുന്നാലും ശരി, അവർ നല്ല ഉത്തമരാവുകയും അതുപോലെ തന്നെ നിങ്ങളുടെ നാട്ടിലുള്ള ധനികന്മാരായ ആളുകൾ ധർമ്മം നൽകുന്നവരാവുകയും ചെയ്താൽ ഉമൂറുക്കും ശുവാറാ ബൈനക്കും, നിങ്ങളുടെ കാര്യങ്ങൾ നിങ്ങൾക്കിടയിൽ പരസ്പരം ചർച്ച ചെയ്യുന്ന ഒരു വെട്ടമേശാ സമ്മേളനം നടത്തിയിട്ട് ചെയ്യുകയാണെങ്കിൽ എന്താണ് നിങ്ങൾക്ക് ഉത്തമം? 3 കാര്യമാണ് റസൂലുള്ളാഹി പറഞ്ഞത്. 1, നിങ്ങളുടെ ഉമറാക്കൾ, നിങ്ങളുടെ കാര്യദർശികൾ, നിങ്ങളുടെ നാട്ടിലുള്ള നേതാക്കന്മാർ അവർ നല്ലവരാവുകയും നിങ്ങളുടെ നാട്ടിലുള്ള മുതലാളിമാരായ ആളുകൾ ധർമ്മം ചെയ്യുന്നവരാവുകയും അതുപോലെ തന്നെ നിങ്ങൾക്കിടയിലുള്ള കാര്യങ്ങൾ കൂടിയാലോചന ചെയ്യുകയും ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും നല്ലത് എന്താണെന്ന് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നു. ഫലഹുറുൽ അർളി ഖൈറുൽ ലക മിൻ ബത്നിഹാ, ഭൂമിയുടെ ഗർഭത്തിനേക്കാൾ നല്ലത് ഭൂമി പ്രസവിക്കലാണ്, ഭൂമിയുടെ പുറത്തുവരലാണ് എന്ന് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിക്കുകയാണ്. എന്ന് വെച്ചാൽ ഭൂമിയുടെ ഉള്ളറയേക്കാൾ നല്ലത് ഭൂമിയുടെ പുറത്താണ്. എന്റെ അർത്ഥം, ഖബറിനേക്കാൾ നല്ലത് ഭൂമിയിൽ ജീവിക്കലാണ്, മരിച്ചു പോകുന്നതിനേക്കാൾ നല്ലത് ജീവിക്കലാണ്. ഈ 3 കാര്യം നന്നാവുകയാണെങ്കിൽ, ഈ പറഞ്ഞതുപോലെയാണെങ്കിൽ, ഉമറാക്കൾ നല്ലവരാവുക, അതുപോലെ തന്നെ മുതലാളിമാർ ധർമ്മം നൽകുന്നവരാവുക, അതുപോലെ നിങ്ങളുടെ ഇടയിലുള്ള കാര്യങ്ങൾ കൂടിയാലോചന നടത്തുകയും ചെയ്യുന്നവരാവുക. എന്നാൽ നിങ്ങൾക്ക് ഭൂമിയുടെ പുറഭാഗമാണ് അതിന്റെ ഉൾഭാഗത്തേക്കാൾ ഏറ്റവും ഉത്തമം. വൈദാ കാന ഉമറാഉക്കും ശിറാറുക്കും വ അഗ്നിയാഉക്കും ബുഖലാഉക്കും വ ഉമൂറുക്കും മിലാ നിസാഇക്കും. റസൂലുള്ളാഹിന്റെ ഒരു പ്രത്യേകമായ വാക്ക് ശ്രദ്ധിക്കണേ മുസ്ലിം സമൂഹമേ.
ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, നിങ്ങളുടെ നാട്ടിലുള്ള കാര്യകർത്താക്കൾ അവർ വെറും ഷർറിന്റെ ആളുകളായി. അവർക്ക് എവിടെ നോക്കിയാലും കുഴപ്പമുണ്ടാക്കണം, എവിടെ നോക്കിയാലും ഛിദ്രതയുണ്ടാക്കണം, വീട്ടിൽ ഭാര്യയുമായി ഛിദ്രതയുണ്ടാക്കണം, പള്ളിയിലുള്ള നാട്ടുകാരുമായി പ്രശ്നമുണ്ടാക്കണം, അതുപോലെ തുടങ്ങി ഓരോ വിഷയങ്ങളിലും ഛിദ്രത മാത്രം ഉദ്ദേശിക്കുന്ന ആളുകളായി വെറും ഷർറിന്റെ ആളുകളാവുകയും ചെയ്താൽ വാഗ്നിയാഉക്കും ബുഖലാഉക്കും, നിങ്ങളുടെ നാട്ടിലുള്ള മുതലാളിമാർ, നിങ്ങളുടെ ഓരോ ധനികരായ ആളുകൾ അവർ വളരെ പിശുക്കന്മാരാവുകയും ചെയ്താൽ, അതുപോലെ നിങ്ങളുടെ കാര്യങ്ങൾ സ്ത്രീകളിലേക്ക് ഏൽപ്പിക്കപ്പെട്ടാൽ, സ്ത്രീകളിലേക്ക് നിങ്ങളുടെ കാര്യങ്ങൾ ഏൽപ്പിക്കപ്പെട്ടാൽ, നിങ്ങളുടെ കാര്യങ്ങൾ നിയന്ത്രിക്കുന്നവരാരാ? പുരുഷന്മാരല്ലാതെ. ഇന്ന് കാലഘട്ടത്തിൽ ഓരോ വീടുകളും പരിശോധിക്കുമ്പോൾ നമുക്കറിയാൻ പറ്റും, അവരുടെ വീടുകളിൽ അവർ ചെയ്യുന്നത്, നിയന്ത്രിക്കുന്നത് മുഴുവനും സ്ത്രീകളാണ്. പെണ്ണെ, നീ നിയന്ത്രിക്കണ്ട എന്ന് പറയുന്നില്ല, പക്ഷേ നിയന്ത്രണം നിന്റെ ഭർത്താവിന്റെ അനുമതിയോടുകൂടെയാവട്ടെ, നിന്റെ ഭർത്താവിന്റെ തൃപ്തിയോടുകൂടെയാവട്ടെ. നിന്റെ ഭർത്താവിന്റെ തൃപ്തിയോടുകൂടെയല്ലാതെ നിന്റെ നിയന്ത്രണം മുന്നോട്ട് പോയാൽ ഒരിക്കലും നിനക്ക് സ്വർഗമുണ്ടെന്ന് നീ ഭാവിക്കണ്ട, സ്വർഗമുണ്ടെന്ന് നീ ധരിക്കണ്ടെന്ന് ലോകത്തിന്റെ നായകർ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്നു. സ്വർഗത്തിന്റെ അവകാശിയായ പെണ്ണാരെന്നറിയുമോ? അയ്യുമംറാത്തുൻ മാതതു സൗജഹാ അൻഹാ റാലിൻ ദഖലത്തുൽ ജന്ന ശഫീഉനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു പെണ്ണ് തന്റെ ഭർത്താവിന്റെ തൃപ്തിയോടുകൂടെ മരണപ്പെട്ടാൽ ആ പെണ്ണ് സ്വർഗത്തിലാണെന്ന് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്നു. അതുകൊണ്ട് ഭർത്താവിന് തൃപ്തിയില്ലാത്ത ഭക്ഷണം നീ കഴിക്കല്ലേ, ഭർത്താവിന് തൃപ്തിയില്ലാത്ത വസ്ത്രം നീ ധരിക്കല്ലേ, ഭർത്താവിന് തൃപ്തിയില്ലാത്ത ഫോൺ സംഭാഷണം നീ നടത്തല്ലേ, ഭർത്താവിന് തൃപ്തിയില്ലാത്തവരെ നീ നോക്കല്ലേ, ഭർത്താവിന് തൃപ്തിയില്ലാത്തവരോട് ഒരുവിധ ഇടപാടും നീ നടത്തണ്ട പെങ്ങളെ. അത് നിനക്ക് ശർറായി ഭവിക്കുമെന്ന് നീ മനസ്സിലാക്കിക്കോ. സ്വർഗത്തിൽ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ഏറ്റവും കൂടുതൽ കണ്ടതാരെയാണെന്നറിയുമോ? സഹോദരിമാരെ, നരകത്തിൽ ഏറ്റവും കൂടുതൽ കണ്ടത് സഹോദരിമാരെ നിങ്ങളെയാ. എന്താ പെണ്ണുങ്ങളെ, എന്താ സ്ത്രീകളെ, എന്താ സഹോദരിമാരെ, ഞാൻ സ്നേഹത്തോടെ പറയട്ടെ, എന്താ നിങ്ങളെ കൂടുതൽ കാണാനുള്ള കാരണമെന്നറിയുമോ? ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ഇങ്ങനെ കണ്ടപ്പോ ജിബ്രീലിനോട് ചോദിച്ചു, അല്ലയോ ജിബ്രീൽ, എന്താണ് എന്റെ ഉമ്മത്തിൽപ്പെട്ട, എന്റെ സമുദായത്തിൽപ്പെട്ട സ്ത്രീകളാണ് ഏറ്റവും കൂടുതൽ നരകത്തിൽ കാണപ്പെടുന്നത്, കാരണമെന്ന് പറഞ്ഞു തരുമോ? കാരണം ചോദിച്ചപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പറഞ്ഞത് യക്ഫുർനൽ അശീറ, അല്ലാഹുവിന് എതിര് പ്രവർത്തിക്കുന്നുണ്ടെന്നല്ല പറഞ്ഞത്, അല്ലെങ്കിൽ വീട്ടിൽ വാപ്പക്കും ഉമ്മക്കും എതിര് പ്രവർത്തിക്കുന്നുണ്ടെന്നല്ല പറഞ്ഞത്, വേറെ മറ്റുള്ളവർക്ക് എതിര് പ്രവർത്തിക്കുന്നുണ്ടെന്നല്ല പറഞ്ഞത്, ഭർത്താവിനോട് അനുസരണക്കേട് കാണിക്കുന്നവരാ, അതുകൊണ്ടാ അവരെ നരകത്തിലിട്ടെന്ന് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പറഞ്ഞു കൊടുക്കുന്നു. സ്ത്രീയും ഇസ്ലാമും എന്ന വിഷയത്തിൽ വരുമ്പോ ഇൻഷാ അല്ലാഹ് നമുക്ക് സംസാരിക്കണം. എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ്. നിങ്ങളുടെ മക്കളെ നിങ്ങൾ മദ്രസയിലേക്ക് വിടുമ്പോ, നിങ്ങളുടെ മക്കളെ നിങ്ങൾ സ്കൂളിലേക്ക് പറഞ്ഞു വിടുമ്പോ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് വേഷവിധാനങ്ങളാണ്. അതുപോലെ തന്നെ സ്ത്രീകളുമായി എല്ലാ വിഷയത്തിലും പെണ്ണിനെ അങ്ങോട്ട് തന്റെ ഭാര്യയെ ഏൽപ്പിച്ചു കൊടുത്തിരിക്കുകയാണ്. അങ്ങാടിയിൽ പോവാൻ, സാധനം കൊണ്ടുവരാൻ, സ്കൂളിൽ ചേർത്താൻ, മദ്രസയിൽ ചേർത്താൻ, അതുപോലെ തന്നെ മറ്റുള്ള കാര്യങ്ങൾക്കൊക്കെ സമ്പത്ത് അവരുടെ കയ്യിൽ കൊടുത്ത് നീ എന്താ വേണ്ടതെങ്കിൽ ചെയ്തോളൂ, അതിനൊന്നും ഇവിടെ ഒരു പ്രശ്നവുമില്ല. നീ ജീവിക്കുന്നത് എങ്ങനെയെങ്കിൽ നീ അങ്ങനെ ജീവിച്ചോ, ഞാൻ എങ്ങനെയാ ജീവിക്കുന്നതെന്ന് നീയും നോക്കണ്ട, നീ എങ്ങനെയാ ജീവിക്കുന്നത് എനിക്കും അറിയണ്ട.
ആ രീതിയിലൊരു സമ്പ്രദായത്തിലേക്ക് നമ്മുടെ സമുദായം മാറിക്കഴിഞ്ഞു. ഗൾഫിൽ നിന്ന് വന്ന ഭർത്താവിനോട് ഒരിക്കൽ പറഞ്ഞു തരവരാളെ, ഒരു ഭാര്യ പറഞ്ഞതാണ്, എന്ത്, നിങ്ങൾ ഇത്രക്കാലം അവിടെ എങ്ങനെ ജീവിച്ചെന്ന് എനിക്കും അറിയണ്ട, ഞാൻ ഇത്രക്കാലം ഇവിടെ ജീവിച്ചത് എങ്ങനെയെന്ന് നിങ്ങളും അറിയണ്ട എന്ന് പറഞ്ഞു. നമ്മുടെ സമുദായം പോയൊരു പോക്കാലോചിച്ച് നോക്കണം. നമ്മൾ ഇതൊക്കെ പറയുമ്പോൾ നിങ്ങൾക്ക് തോന്നിപ്പോകും, ഇതെന്ത് ഇത്ര കർശനമായിട്ട് പറയണം. ദീനിന്റെ കാര്യമാണ് ഞാൻ പറയണത്. ഞാൻ എന്റെ വക ഞാൻ ഒന്നും കൂട്ടി പറയുന്നില്ല, ചേർത്തി പറയുന്നില്ല. ഇതൊരു ക്ലാസ് രൂപേണ പറയണമെന്ന് ആഗ്രഹിച്ചത്. പക്ഷെ നിങ്ങൾക്കൊരു ഇമ്പം കിട്ടാൻ വേണ്ടി ഇടയ്ക്ക് ഇങ്ങനെ ഓരോ വിഷയങ്ങൾ ഇങ്ങനെ പറയുന്നു. അപ്പോൾ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കി തരുമ്പോൾ നിങ്ങൾ ചിന്തിക്കും, ഇതിപ്പോ എന്താ ഈ നാടൻ വർത്താനം ഇങ്ങനെ പറയാൻ എന്താ കേട്ടിരിക്കണം. പക്ഷേ നമ്മൾ ചിന്തിക്കേണ്ടതെന്നറിയോ, ഏത് നാടൻ വാക്കുകളാണെങ്കിലും അതിലൊരുപാട് പറയാൻ, മനസ്സിലാക്കാനും പഠിക്കാനും ഉണ്ടാവും. മഹാന്മാരായ ചില ആളുകളുടെ വാക്കുകൾ വളരെ ചുരുങ്ങിയതാണെങ്കിലും, എന്റെ വാക്ക് അങ്ങനെയാണെന്നല്ല, ചുരുങ്ങിയതാണെങ്കിലും അത് വലിയ പുണ്യമേറിയ വാക്കുകളായിരിക്കും. അതിലൊക്കെ വലിയ വലിയ പോയിന്റുകൾ നിറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട മുസ്ലിം സമുദായമേ, ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് കൂടിയാലോചന നടത്തണമെന്ന സത്യവിശ്വാസിയുടെ 8ാമത്തെ ലക്ഷണമാണ് നിങ്ങൾ പരസ്പരം കാര്യങ്ങൾ കൂടിയാലോചന നടത്തണം. കൂടിയാലോചന നടത്തുമ്പോൾ ഇങ്ങനെ ഒരു കാര്യം കൂടി റസൂലുള്ളാഹി പ്രത്യേകമായി എടുത്തു പറഞ്ഞു. നിങ്ങളുടെ നാട്ടിലുള്ള ഉമറാക്കൾ നല്ലവരാവുക, അതുപോലെ തന്നെ നിങ്ങളുടെ നാട്ടിലുള്ള ധർമ്മിഷ്ഠരായ ആളുകൾ, ധനികന്മാരായ ആളുകൾ ധർമ്മിഷ്ഠരാവുക, നിങ്ങളുടെ കാര്യങ്ങൾക്കിടയിൽ പരസ്പരം കൂടിയാലോചന നടത്തുക. അങ്ങനെയായാൽ നിങ്ങൾക്ക് മരിക്കുന്നതിനേക്കാൾ നല്ലത് എന്താണ്? ജീവിക്കുന്നതാണ്. അല്ല, ഇനി എങ്ങനെയാണ് നിങ്ങളുടെ കാര്യം? നിങ്ങളുടെ നാട്ടിലുള്ള ഉമറാക്കൾ അവർ വെറും ഷെറിന്റെ ആളുകളാണ്, വെറും തിന്മയുടെ ആളുകളാണ്, വാക്താക്കളാണ്. അങ്ങനെ വരികയും അതുപോലെ തന്നെ നിങ്ങളുടെ നാടുകളിലുള്ള ധർമ്മിഷ്ഠരായ ആളുകൾ വളരെയധികം പിശുക്ക് കാണിക്കുന്നവരുമാണ്. അങ്ങനെ വന്നാൽ അതുപോലെ നിങ്ങളുടെ കാര്യങ്ങൾ നിങ്ങളുടെ വീട്ടിലുള്ള കാര്യങ്ങളായാലും ശരി, നാട്ടിലുള്ള കാര്യങ്ങളായാലും ശരി, അത് പെണ്ണുങ്ങൾ തീരുമാനിക്കപ്പെടുകയും ചെയ്താൽ, ഇന്ന് കാര്യങ്ങളൊക്കെ പെണ്ണുങ്ങളെ കയ്യിലേക്ക് ഏൽപ്പിക്കപ്പെട്ടു. കാരണം പഞ്ചായത്തുകൾ ഭരിക്കാൻ ഏതാ ചിലപ്പോൾ പ്രസിഡന്റ്, വേറെ പഞ്ചായത്ത് പ്രസിഡന്റ് സ്ത്രീ ആയിരിക്കും, ചിലപ്പോൾ അല്ലെ, വാർഡ് മെമ്പർ സ്ത്രീ ആയിരിക്കും. അതുപോലെ തന്നെ വീട്ടിലെ പള്ളി ഓട്ടോ ഓടിക്കുന്നത് സ്ത്രീകളുണ്ട്. എല്ലാ വിധത്തിൽ കൈകാര്യം ചെയ്യുന്നവരും സ്ത്രീകളായി മാറി. ഇങ്ങനെയൊക്കെ വരുമ്പോൾ റസൂലുള്ളാഹി പറയുന്നു, എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ ചിന്തിച്ചുകൊള്ളുക, ഭൂമിയുടെ പുറഭാഗത്തേക്കാൾ നിനക്ക് നല്ലത് ഭൂമിയുടെ ഉപരിഭാഗമാണ്. എന്ന് വെച്ചാൽ ജീവിക്കുന്നതിനേക്കാൾ നല്ലത് മരിച്ചു പോകലാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങനെ ഒരു കാലഘട്ടം വരുന്നതിന്റെ മുമ്പേ നമ്മളൊക്കെ ഈമാനോടുകൂടെ മരിപ്പിക്കുമാറാവട്ടെ. എന്തിനാ ഈ ദുനിയാവിൽ കുറെ കാലം ജീവിക്കണേ? തരുന്ന ആയസ് നമ്മൾ എങ്ങനെയെങ്കിലും ചിലവഴിക്കാനാണോ? അള്ളാഹു തരുന്ന ആയസ് എങ്ങനെയെങ്കിലും ചിലവഴിക്കാൻ വേണ്ടി ജീവിക്കണമെന്ന? അതിന് വേണമെങ്കിൽ മുസ്ലിം സമുദായമേ, നമ്മൾ എന്തിനാ ഈ ദുനിയാവിൽ അതിനു വേണ്ടി ഇരിക്കുന്നത്? അള്ളാഹു തരുന്ന ആയസ് അത് സത്യസന്ധമായി ചിലവഴിക്കുക, അത് വളരെയധികം നല്ല രീതിയിൽ ചിലവഴിക്കുക. അങ്ങനെ ചെയ്യുമ്പോഴേ നമുക്കതിന് വിജയം ഉണ്ടാവുള്ളൂ. എത്രയാണ് തരുന്നതെങ്കിൽ, അള്ളാഹു മരണം എപ്പോഴാണെങ്കിൽ ഇരിക്കുന്നതെങ്കിൽ അതിനുവേണ്ടി നമ്മൾ എപ്പോഴും തയ്യാറായിക്കൊണ്ടിരിക്കണം. അല്ലാതെ മരിക്കണ അവസരത്തിൽ വലിയൊരു അനുഭവം, ഒരുപാട് പ്രയാസങ്ങളുണ്ടായി മരിക്കണ അവസരത്തിൽ അദ്ദേഹത്തിന്റെ സമ്പത്ത് മുഴുവൻ ഒരു പള്ളിക്കോ അല്ലെങ്കിൽ ഒരു യതീംഖാനക്കോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു നല്ല കാര്യങ്ങൾക്കോ എഴുതി കൊടുത്തിട്ടൊന്നും രക്ഷപ്പെടുമെന്ന് വിചാരിക്കണ്ട. ഏറ്റവും കൂടുതൽ ഒരു മനുഷ്യൻ രക്ഷപ്പെടാൻ ആഗ്രഹിക്കേണ്ടത് അവന്റെ യുവത്വ സമയത്താണ്. യുവത്വ സമയത്തല്ലേ നമുക്ക് എന്തും ചെയ്യാനുള്ള ഒരു പ്രേരണയൊക്കെ ഉണ്ടാവുക. അപ്പൊ അതൊക്കെ ആ സമയത്ത് അള്ളാഹുവിനെ ആരാധിക്കലാണ് ഏറ്റവും സൽക്കർമ്മമെന്ന്, ഏറ്റവും നല്ലത് എന്ന് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുണ്ട്. ഇബാദത്ത് ചെയ്യൽ ഏറ്റവും ശ്രേഷ്ഠമായത് എന്താണ്? എപ്പോഴാ? റസൂലുള്ളാഹി പറഞ്ഞു, നീ നല്ല ആരോഗ്യവാനായിരിക്കുന്ന അവസരത്തിൽ ഇബാദത്ത് ചെയ്യലാണ് ഏറ്റവും നല്ലത് എന്ന് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. അതുപോലെ തന്നെ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ് 9ാമത്തത്, അള്ളാഹു നൽകിയിട്ടുള്ളതിൽ നിന്ന് ചിലവഴിക്കുക. സജ്ജനങ്ങളുടെ അടയാളങ്ങളാണ് അള്ളാഹു നൽകിയിട്ടുള്ളത് ചിലവഴിക്കുക. അള്ളാഹു നൽകിയിട്ടുള്ളതെന്ന് പറയുമ്പോൾ നമ്മളൊക്കെ ഇങ്ങനെ ചർച്ച ചെയ്യുമ്പോൾ ഈ അള്ളാഹു നൽകിയത് ഇപ്പൊ എനിക്കല്ല നൽകിയിട്ടില്ലേ? നിങ്ങൾക്കൊക്കെ അള്ളാഹു നൽകിയിട്ടുണ്ട്. എല്ലാവർക്കും അള്ളാഹു നൽകിയിട്ടുണ്ട്. ചില ആളുകൾക്ക് സമ്പത്ത് കൊടുത്തു, പക്ഷെ അയാൾക്ക് എന്ത് കൊടുത്തിട്ടില്ല? ആരോഗ്യം കൊടുത്തിട്ടില്ല. ചില ആളുകൾക്ക് അള്ളാഹു ആരോഗ്യം കൊടുത്തു, സമ്പത്ത് കൊടുത്തിട്ടില്ല. ചില ആളുകൾക്ക് അഴക് കൊടുത്തു അള്ളാഹു സുബ്ഹാനഹു വ തആല, ചില ആളുകൾക്ക് കൊടുത്തില്ല. അങ്ങനെ അള്ളാഹു ഓരോ ആളുകൾക്ക് പ്രത്യേകമായി നൽകിയിട്ടുണ്ട്. അപ്പൊ അതൊക്കെ നമ്മൾ എന്താണ്? അള്ളാഹുവിന്റെ മാർഗത്തിൽ വിനിയോഗിക്കണം. സമ്പത്ത് മാത്രമല്ല, നമ്മുടെ ആരോഗ്യം അള്ളാഹുവിന് വേണ്ടി ചിലവഴിക്കണം. സമ്പത്ത് നൽകാത്തവൻ അതാണ് ചെയ്യേണ്ടത്. സമ്പത്ത് നൽകിയവൻ സമ്പത്ത് കൂടി ചിലവഴിക്കട്ടെ, ആരോഗ്യവും ചിലവഴിക്കട്ടെ. റബ്ബിന്റെ മുമ്പിൽ രക്ഷപ്പെടണ്ടേ, റബ്ബിനെ കാണണ്ടേ,
റബ്ബിനെ കാണണ്ടേ, റബ്ബിനെ മുമ്പിൽ രക്ഷപ്പെടണ്ടേ. അതിനുവേണ്ടി നമ്മൾ ചെയ്യേണ്ട പ്രവർത്തനമാണ് ഒന്ന്, അള്ളാഹു നൽകിയിട്ടുള്ളതിൽ നിന്ന് ചിലവഴിക്കുക. മഹാന്മാരായ പണ്ഡിതന്മാർ വിശദീകരിച്ച് പറയുന്നുണ്ട്, ആ നൽകിയത് അവന് സമ്പത്തും ആരോഗ്യവുമാണ്. അല്ലാതെ സമ്പത്ത് മാത്രമുള്ളവർ അവർ ചിലവഴിക്കട്ടെ എന്നുള്ള ചിന്തയല്ല നമുക്കല്ല. അവർ സമ്പത്ത് കൊണ്ടുപോകുന്നവരാണെങ്കിലും കണ്ടോ, മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മദീനയിൽ ചെന്നപ്പോ അൻസ്വാറുകളായ ആളുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വളരെയധികം സഹായിച്ചു. അവർ വലിയ സമ്പന്നരായ ആളുകളായിരുന്നു. പക്ഷേ മഹാന്മാരായ ഈ മുഹാജിറുകളായ സ്വഹാബത്തിന്, മക്കയിൽ നിന്ന് മദീനയിലേക്ക് പോയ സ്വഹാബത്തിന് വല്ലാത്ത സങ്കടം തോന്നി. എല്ലാ കാര്യങ്ങളും ആര് ചെയ്യുന്നുണ്ട്? അൻസാറുകളായ ആളുകൾ ചെയ്യുന്നുണ്ട്. പ്രവാചകരെ, ഞങ്ങൾക്കൊന്നുമില്ലല്ലോ. അപ്പൊ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ വാക്കാണ് അവരോട്, നിങ്ങൾ നിങ്ങളുടെ ശരീരം കൊണ്ട് നിങ്ങൾ ചിലവഴിക്കുക, നിങ്ങളുടെ ആരോഗ്യം നിങ്ങൾ ദീനിന് വേണ്ടി ചിലവഴിക്കുക എന്ന് പറഞ്ഞു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവരോട് അങ്ങനെ പറഞ്ഞവരെ സമാധാനപ്പെടുത്തി. അപ്പൊ എത്രത്തോളം നമുക്ക് നമ്മുടെ ആരോഗ്യങ്ങൾ നമ്മൾ ചിലവഴിക്കും. നമ്മുടെ പൂർവികന്മാരായ ആളുകൾ അവർ സമ്പാദിച്ച സമ്പത്തും അതുപോലെ തന്നെ അവർ ഉണ്ടാക്കിയ അവരുടെ ആരോഗ്യവുമെല്ലാം എന്തിൽ ചിലവഴിച്ചു എന്ന് അള്ളാഹു ചോദിച്ചാൽ അള്ളാഹുവിന് നൽകുന്ന മറുപടി എന്താണെന്നറിയോ? അല്ലാഹ്, ഞാൻ എന്റെ ആരോഗ്യം ചിലവഴിച്ചത്, ഞാൻ എന്റെ സമ്പത്ത് ചിലവഴിച്ചത് റബ്ബേ നിന്റെ മാർഗത്തിലാണ്. നിന്റെ പള്ളിക്ക് വേണ്ടി ഒരുപാട് സമ്പത്ത് ഞാൻ കൊടുത്തു. നിന്റെ മദ്രസകൾക്ക് വേണ്ടി പഴയ കാലത്തുള്ള ആളുകളുടെ അധ്വാന, നമ്മുടെ നാട്ടിലുള്ള പള്ളികളും കെട്ടിടങ്ങളൊക്കെ. ഇന്നുള്ള ആളുകൾ ഗൾഫ് പണമുണ്ട്, അന്ന് കാലത്ത് ഉണ്ടായിരുന്നില്ല. ഗൾഫ് പണം ഉണ്ടായിരുന്നില്ല, അല്ലെങ്കിൽ കച്ചവടം ചെയ്ത് പണം ഉണ്ടാക്കിയിരുന്നില്ല. അവരുടെ കയ്യിലുണ്ടായിരുന്നത് അവർക്ക് ആവശ്യമുള്ള വസ്തുവായിരുന്നു. ആ ആവശ്യം അവർ നിർവഹിക്കാതെ അവരെന്തിനു കൊടുത്തു? പള്ളിക്കും മദ്രസക്കും വേണ്ടി കൊടുത്തു, ദീനിന് വേണ്ടി കൊടുത്തു. അതാണ് പോയിന്റ്. അല്ലാതെ ഇതൊക്കെ ഉണ്ടായിട്ട് എല്ലാം തേഞ്ഞിട്ട് പിന്നെ അവസാനം ഇരിക്കട്ടെ ഈ 1000 രൂപ പള്ളിക്ക് എന്ന് പറഞ്ഞു കൊടുക്കില്ല. എന്താ അർത്ഥമുള്ളത്? കൊടുക്കണ്ടെന്നല്ല പറയണേ. ഇനി അത് വിചാരിച്ച് കൊടുക്കാതിരിക്കണ്ട നിങ്ങളാരും. കൊടുക്കുന്നവർ കൊടുത്തോ, എങ്ങനെ വേണമെങ്കിലും കൊടുക്കാം. പക്ഷേ നമ്മൾ ചിന്തിക്കേണ്ടത് എന്തെന്നറിയുമോ? നമ്മുടെ പഴയ പൂർവ്വകാലഘട്ടത്തിലുള്ള ആളുകൾ അവർ ചെയ്തിരുന്നത് അങ്ങനെയായിരുന്നു. അവരുടെ ആവശ്യങ്ങൾ മുന്നിലുണ്ടായിരിക്കെ, ഇല്ല എന്റെ ദീനിനെ സംരക്ഷിക്കാൻ, ഞങ്ങളുടെ ദീനിനെ സംരക്ഷിക്കാൻ ഞങ്ങൾ മുന്നോട്ട് വരുമെന്നായിരുന്നു അവരുടെ ലക്ഷ്യമുണ്ടായിരുന്നത്. അവരുടെ ആഗ്രഹങ്ങൾ അങ്ങനെയായിരുന്നു. ഞങ്ങൾ ഇവിടെ നശിച്ചു പോയാലും, എന്റെ പരമ്പര ഇവിടെ നശിച്ചു പോയാലും, എന്റെ പരമ്പര ഇവിടെ ഇല്ലാതെയായാലും ഇല്ല എനിക്ക് പ്രശ്നമില്ല, പക്ഷേ ദീനിനെ സംരക്ഷിക്കാൻ ഞങ്ങൾ മുന്നോട്ട് വരും എന്നുള്ള ഒരു മുദ്രാവാക്യമായിരുന്നു അവർക്കുണ്ടായിരുന്നത്. അതുപോലെ തന്നെ അവരോട് ചോദിക്കും, നിന്റെ ആരോഗ്യം നീ എന്തിൽ ചിലവഴിച്ചു? നമ്മളൊക്കെ ഈ കാലഘട്ടത്തിലുള്ള ആളുകൾ ചോദിക്കുകയാണ്, നിന്റെ ആരോഗ്യം എന്തിൽ ചിലവഴിച്ചു എന്ന്. നാളെ അല്ലാഹു ചോദിക്കുമ്പോ അവര് പറയാ, റബ്ബേ ഞാൻ എന്റെ ആരോഗ്യം ചിലവഴിച്ചത് മദ്യഷാപ്പുകളിലാണ്, പഞ്ചനക്ഷത്ര ഹോട്ടലുകളിലാണ്, നിശാ ക്ലബ്ബുകളിലാണ് എന്ന് പറയേണ്ടി വരും ഈ കാലഘട്ടത്തിലുള്ള ആളുകൾ. പക്ഷെ അവരൊക്കെ പറയണ്ട, പൂർവ്വം നമ്മുടെ മുമ്പുള്ള നമ്മുടെ വാപ്പാന്റെ വാപ്പൊക്കെ എന്താ പറയാന്നറിയോ? അവർ പറയുന്നത്, ഞാൻ നിന്റെ ആരോഗ്യം ചിലവഴിച്ചത് നിന്റെ പള്ളിക്ക് വേണ്ടിയാണ്, നിന്റെ മദ്രസക്ക് വേണ്ടിയാണ്, നിന്റെ പള്ളിയിൽ നിനക്ക് ആരാധനകൾ ചെയ്തുകൊണ്ട് ഒരുമിച്ച് കൂടിയവരാണ്. ഇങ്ങനെ തുടങ്ങി ഒരുപാട് കാര്യങ്ങളായിരിക്കും അവർ പറയാനുണ്ടാവുക. അപ്പൊ അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സത്യവിശ്വാസികളെ, അവസാനത്തെ ഒരു കാര്യം, അന്യരിൽ നിന്ന് അതിക്രമം നേരിട്ടാൽ സ്വയം രക്ഷപ്പെടാനുള്ള ഒരു മാർഗം കാണുക. സ്വയം നടപടിയെടുക്കുക. അന്യരിൽ നിന്ന് എന്തെങ്കിലും അതിക്രമം ഉണ്ടായാൽ സ്വയം രക്ഷ നേടുക. അതെങ്ങനെ? നമ്മളിപ്പോ ഉദാഹരണം, നമ്മൾ ഒരാളെ ആക്രമിച്ചാൽ നമ്മൾ എന്താകുക? അവനെ ആക്രമിച്ച് നമ്മൾ രക്ഷപ്പെടല്ല, സ്വയം എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് നമ്മൾ എന്താകുക? അതിന് രക്ഷപ്പെടാൻ നമ്മുടെ സ്വയരക്ഷ നോക്കുക. അല്ലാതെ എന്താണ്ട് അങ്ങോട്ട് തിരിച്ചാക്രമിക്കാൻ പോകണ്ട എന്നാണ്. ഇത്രയും കാര്യങ്ങളാണ്, ഈ 10 അടയാളങ്ങളാണ് പരിശുദ്ധമായ ഖുർആനിൽ സത്യവിശ്വാസികളെ സംബന്ധിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുള്ളത്. ഇങ്ങനെ തുടങ്ങി ഒരുപാട് അടയാളങ്ങൾ സത്യവിശ്വാസികളുടെ പല ഭാഗങ്ങളിലായി അല്ലാഹു പരിശുദ്ധമായ ഖുർആനിൽ വേറെ സ്ഥലത്ത് ഓരോന്നിനും ബന്ധപ്പെടുത്തിയിട്ട് പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ ഇൻഷാ അല്ലാഹ് വരും ക്ലാസ്സുകളിൽ നമുക്ക് പഠിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന് തൗഫീക്ക് നൽകുമാറാവട്ടെ. ഇന്ന് കൂടുതലായി ഒന്നും പറയുന്നില്ല. അപ്പൊ ഈ 10 അടയാളങ്ങൾ ഒന്നുകൂടി പറയാം, നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടാനും. 1, സത്യവിശ്വാസം, ഒരിക്കലും മാറിപ്പോകരുത്. 1, സത്യവിശ്വാസം. 2, അള്ളാഹുവിൽ ബരമേൽപ്പിക്കുക. 3, വമ്പിച്ച കുറ്റങ്ങൾ ഒഴിവാക്കുക. 4, നീചവൃത്തികൾ ഉപേക്ഷിക്കുക. അതായത് മനുഷ്യത്വത്തിനും മാന്യതയ്ക്കും നിരക്കാത്ത നീചവൃത്തികൾ, അതാണ്.
ഈ പറഞ്ഞതിന്റെ ഉദ്ദേശം. 5 കോപം വന്നാൽ മാപ്പ് ചെയ്തു കൊടുക്കുക. 6 അള്ളാഹുവിന് ഉത്തരം ചെയ്യുക. 7 നമസ്കാരം മുറപ്രകാരം നിർവഹിക്കുക. 8 കാര്യങ്ങൾ പരസ്പരം കൂടിയാലോചിച്ച് നടത്തുക. 9 അള്ളാഹു നൽകിയിട്ടുള്ളതിൽ നിന്ന് ചിലവഴിക്കുക. 10 അന്യരിൽ നിന്ന് അതിക്രമം നേരിട്ടാൽ സ്വയം രക്ഷാ നടപടി സ്വീകരിക്കുക. ഈ 10 കാര്യങ്ങളാണ് സജ്ജനങ്ങളുടെ അടയാളങ്ങൾ. നമുക്ക് ഇൻഷാ അല്ലാഹ് ഇന്നുള്ള ക്ലാസ് മുതൽക്ക് നമ്മൾ എന്തുകൂടി ചെയ്യണമെന്നറിയോ? ഇന്നുമുള്ള ക്ലാസ് മുതൽ ഇനി നമ്മൾ ഒരു കറക്റ്റായിട്ടൊരു ദിവസം ഫിക്സ് ചെയ്യണം. ഇന്ന് മുതൽ എല്ലാ ആളുകളും പ്രത്യേകം ശ്രദ്ധിക്കുക. ഇൻഷാ അല്ലാഹ് ശനിയാഴ്ച നമ്മൾ വെള്ളിയാഴ്ച ആകുമ്പോൾ പ്രയാസമാണ്. ചിലപ്പോൾ ഉസ്താദിന് പ്രയാസം ഉണ്ടാവും, ചിലപ്പോൾ അല്ലെങ്കിൽ നിങ്ങൾക്ക് പ്രയാസം ഉണ്ടാവും, ചിലപ്പോൾ വീട്ടിൽ അന്നായിരിക്കും ചിലപ്പോൾ എല്ലാവർക്കും ലീവ് ഉണ്ടാവുക. ആ ദിവസങ്ങൾ ക്ലാസ്സിന് വരേണ്ടി വരും. അപ്പൊ ശനിയാഴ്ച ആകുമ്പോൾ കുട്ടികൾക്ക് സ്കൂളില്ല. സ്കൂളിൽ വരുമ്പോൾ അവരെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യവും വരുന്നില്ല. നിങ്ങളിൽ നിന്ന് കുറച്ച് കൂടുതൽ ആളുകളെ പങ്കെടുപ്പിക്കാനും പറ്റുമെന്നൊക്കെ എനിക്ക് തോന്നുന്നത് കൊണ്ട് ഞാൻ ഉദ്ദേശിച്ചതാണ്. ഇൻഷാ അല്ലാഹ് അങ്ങനെ ആക്കല്ലേ? അപ്പൊ നമ്മുടെ കമ്മിറ്റിയുടെ അനുവാദത്തോടു കൂടി ഇൻഷാ അല്ലാഹ് ഇനി വരുന്ന ക്ലാസ്സുകൾ മുഴുവനും, ഇതിന്റെ അർത്ഥം മറ്റന്ന ക്ലാസ് ഉണ്ടാവില്ല, ഇനി അടുത്ത ശനിയാഴ്ച മറ്റൊന്നുണ്ടാവില്ല. അടുത്ത ശനിയാഴ്ച മുതൽ എല്ലാ ശനിയാഴ്ചയും ഇതേ ടൈമിലായിരിക്കും ക്ലാസ്. ഇൻഷാ അല്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. ക്ലാസ്